what is an AI? Like, A machine that can perform tasks by itself. okay, okay. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ലൈക്ക് ടാസ്ക് പെർഫോം ചെയ്യുന്ന എല്ലാം ഒരു എ ആണോ? അങ്ങനെ നമ്മുടെ എന്താ പറയാ, നമ്മുടെ വീട്ടിലുള്ള സാധാ ഒരു മിക്സി ഉണ്ടാവുമല്ലോ, ഈ പൊടിയൊക്കെ അരയ്ക്കുന്ന, ഈ ലൈക്ക് അരിയൊക്കെ പൊടിക്കുന്ന മിക്സി ഉണ്ടോ, അതൊരു ടാസ്ക് ചെയ്യുന്നുണ്ടല്ലോ, അതായത് അരി പൊടിക്കുക എന്ന ടാസ്ക് ചെയ്യുന്നുണ്ടല്ലോ, അത് ലൈക്ക് ഇറ്റ് സെൽഫ് അല്ല, അതിപ്പോ നമ്മൾ ഓണാക്കി വെച്ച് നമ്മൾ ജസ്റ്റ് ഓണാക്കാൻ മാത്രം നമ്മൾ പോരെ, തന്നെ അത് കറങ്ങിക്കോളൂലേ? അപ്പോ അതൊരു എ ഐ മിഷൻ ആണ്. ഇല്ല. വൈ? എന്തുകൊണ്ട് നിങ്ങൾ എ ഐ അല്ല എന്ന് പറയുന്നു? ഐ മീൻ തന്നെയല്ല അത് കറങ്ങുന്നത്, നമ്മൾ കറങ്ങുന്നില്ലല്ലോ. അവിടെ പ്രത്യേകിച്ച് ഒരു ആൽഗോരിതം ഇല്ല. ഓക്കെ, എന്താണ് അൽഗോരിതം? വാട്ട്സ് അൽഗോരിതം മീൻസ്? അപ്പോൾ എ എന്ന് പറയുന്ന സാധനം ഒരു ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി ഉള്ള മെഷീൻസിനെയാണ് നമ്മൾ എ എന്ന് പറയുന്നത്. ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ മെഷീൻ, സോറി, എ എന്ന് പറഞ്ഞാൽ ഒരു ഇറ്റ്സ് എൻ അൽഗോരിതം. ഒരു അൽഗോരിതം ആണ് എ എന്ന് പറയുന്നത്. ആ അൽഗോരിതം നമ്മളൊരു മെഷീന് കൊടുത്തു കഴിഞ്ഞാൽ ആ മെഷീൻ എന്തുണ്ടോ, ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി ഉണ്ടോ. അതായത് ഹ്യൂമൻസിന്റെ ഏറ്റവും വലിയ കപ്പാസിറ്റി ആയിട്ട് പറയുന്ന കാര്യമാണ്, നമുക്ക് കുറെ ഡാറ്റകളും കുറെ സാധനങ്ങളും തന്നു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമുക്ക് ഡിസിഷൻ മേക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്കിപ്പോ എന്താ പറയാ, കുറച്ച് സാധനങ്ങളൊക്കെ ഇപ്പൊ വീട്ടില നമുക്ക് ചോറ് വെക്കണം അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കണം എന്നുള്ള ഒരു തോട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ അതിനൊന്നെങ്കിൽ ഹോട്ടലിൽ പോവാം, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാം, ഭക്ഷണം ഉണ്ടാക്കാം എന്നുള്ള നമുക്ക് ഡിസിഷൻ ഉണ്ടല്ലോ, നമ്മൾ എടുക്കുന്ന ഡിസിഷൻ ഉണ്ട്. അതായത് നമുക്കൊരു ആവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു നീഡ് വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഡിസിഷൻ മേക്ക് ചെയ്തിട്ട്, അങ്ങനെ മിഷൻസിന് ഡിസിഷൻ മേക്ക് ചെയ്യാൻ പറ്റുന്ന മിഷൻസ് നമ്മൾ എ ഐ മിഷൻസ് പറയും. അതായത് സ്റ്റിൽ എ എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് ഡാറ്റയിൽ നിന്ന് ഒരു നോളേജ് ആക്കി അതിനെ ആ നോളേജ് എടുത്തിട്ട് ആ നോളേജ് വെച്ച് ഡിസിഷൻസ് മേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു എ ഐ മിഷൻസ് ആണ്. ഇത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു കാൽക്കുലേറ്റർ ഒരു മിഷനാണ്. ആക്ച്വലി ഹ്യൂമൻസിന്റെ ഇന്റലിജൻസ് ചെയ്യുന്ന ഒരു മിഷൻസ് ആണ് കാൽക്കുലേറ്റർ, എന്നിട്ട് കണക്ക് കൂട്ടുക. പക്ഷെ എന്തില്ല അവിടെ? കാൽക്കുലേറ്റർ നേരത്തെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കാൽക്കുലേറ്റർ എന്തല്ല, ഒരു ഡിസിഷൻ മേക്ക് ചെയ്യുന്നത്. അതായത് നമുക്ക് ഇത് കൂട്ടിക്കഴിഞ്ഞാൽ ഡിസിഷൻ മേക്ക് ചെയ്ത് നമുക്ക് ആൻസർ തരുന്നത് ഇന്നതാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നില്ല, വേറെ കണക്ക് കൂട്ടുന്നത് ഇന്റർലൈൻസ് അവിടെ കോപ്പി ചെയ്യുന്നുണ്ട്. ബട്ട് എന്തില്ല, ഹ്യൂമൻസിന്റെ എല്ലാ ഇന്റലിജൻസും എല്ലാ നോളജും അവിടെ എടുക്കുന്നില്ല. പകരം നമുക്ക് ജസ്റ്റ് കാണിച്ചു തരും. അത് ആ കണക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഡിസിഷൻ മേക്ക് ചെയ്യണം നമ്മളാണ്. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമുക്ക് ഒരു നമ്മുടെ റൂമിന്റെ റെന്റ് ഒരു 8000 രൂപ ആണെങ്കിൽ 4 പേര് കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് കണക്ക് കൂട്ടാം. 8000 കഴിക്കണം 4 2000 രൂപ റെന്റ് കണക്ക് കൂട്ടാം. പക്ഷെ ഇത് ഒരു എ ഡ്രിവൺ ആയിട്ടുള്ള ഒരു കാൽക്കുലേറ്റർ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി പറഞ്ഞു തരും, നിങ്ങൾ 4 പേരുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ റെന്റ് എന്ന് പറയുന്നത് 2000 രൂപയാണ്, ഇത് ഇന്ന അടയ്ക്കണം, ഇത്ര റെന്റാണ്. ഇനിയിപ്പോ ഒരാൾ താമസ ദിവസം കുറവാണെങ്കിൽ അയാൾ എത്ര കുറച്ച് റെന്റ് കൊടുത്താമോ എന്ന് കണ്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യും, അത് കാണിച്ചു. അതാണ് ഒരു എ ഡ്രിവൺ ആയിട്ടുള്ള ഒരു കാൽക്കുലേറ്റർ വർക്ക് ചെയ്യുക. നേരെ കുറച്ച് സാധാരണ കാൽക്കുലേറ്റർ ആണെങ്കിൽ എന്ത് സംഭവിക്കുള്ളൂ, നിങ്ങൾക്ക് ജസ്റ്റ് കാൽക്കുലേറ്റർ പറഞ്ഞു നിങ്ങൾ അത് കണ്ടെത്തണം. അതായത് നിങ്ങൾ ആ സാധനം കണ്ടെത്തണം, അതിന് എത്രത്തോളം ലൈക്ക് ആരെത്ര കൊടുക്കണം, എത്ര കൊടുക്കണം, നമ്മൾ ഡിസിഷൻ മേക്ക് ചെയ്യണം. അതായത് അതിൽ നിന്നുള്ള നോളജ് നമ്മൾ എടുത്തിട്ട് നമ്മൾ ഡിസിഷൻ മേക്ക് ചെയ്യുന്നതാണ് എന്താ പറയാ, അത് അപ്പോൾ അത് സാധാ മെഷീനുമായി നമ്മളെ സഹായിക്കാനുള്ള, നമ്മുടെ ടാസ്കിനെ സഹായിക്കാനുള്ള സാധാ ഒരു മെഷീൻ മാത്രമായിട്ട് അത് മാറി ഡിസിഷൻ മേക്ക് ചെയ്യുന്ന ആരായിരിക്കും, ഹ്യൂമൻസ് ആയിരിക്കും. അപ്പം ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റീസ് ഉള്ള മെഷീൻസ് നമ്മൾ എ ഐ മെഷീൻസ് എന്ന് പറയാം. അപ്പൊ എപ്പോഴും ചിന്തിക്കുന്നതാണ്, ഡിസിഷൻ മേക്ക് ചെയ്യാൻ പറ്റാത്തതാണ് നമ്മൾ എ എന്ന് പറയാറില്ല. ഓക്കെ, അപ്പം ഡിസിഷൻ മേക്കിംഗ് ആണ് എയുടെ ഏറ്റവും വലിയ കപ്പാസിറ്റീസ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഓക്കെ, എന്താണ് മെഷീൻ ലേണിംഗ്? ഒരു പർട്ടിക്കുലർ ഡാറ്റാ സെറ്റ് നമ്മളൊരു മെഷീനെ പഠിപ്പിച്ചിട്ട് അതിന്റെ ഒരു റിസൾട്ട് തരാനാണ് മെഷീൻ ലേണിംഗ്. ഓക്കെ ഓക്കെ, കറക്റ്റ്. അതായത് നമ്മൾ മിഷൻസിനെ അല്ലെങ്കിൽ മിഷൻസ് നമ്മൾ കൊടുത്ത ഡാറ്റയിൽ നിന്ന് പഠിക്കുന്ന ഇതിനെയാണ് നമ്മൾ മെഷീൻ ലേണിംഗ് പറയുന്നത്. ആ അൽഗോരിതംസ് ആണ് ഉപയോഗിക്കുക. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അൽഗോരിതംസ് ആണ് നമ്മൾ മെഷീൻ ലേണിംഗ് ഉപയോഗിക്കുക. ഈ മെഷീൻ ലേണിംഗ് അൽഗോരിതം വെച്ചിട്ട് എന്ത് ചെയ്യും, മിഷൻസ് നമ്മൾ കൊടുത്ത ഡാറ്റ പഠിക്കും. അത് ആക്ച്വലി നമ്മൾ എല്ലാം പറഞ്ഞു കൊടുക്കുന്ന ആവശ്യം മെഷീൻ ലേണിംഗ് ഇല്ല. അതാണ് മെഷീൻ ലേണിംഗ് ഏറ്റവും വലിയ പ്രത്യേകത. അതായത് നമ്മളൊരു ലൈക്ക് ഒരു ഹ്യൂമൻസിനെ പഠിപ്പിക്കുന്നത് തന്നെയാണ് മെഷീൻസിനെ പഠിപ്പിക്കുക. അതായത് ഒരു സെനാരിയോ പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മറ്റു സെനാരിയോ ഓട്ടോമാറ്റിക്കലി എ എടുക്കും. അപ്പോൾ മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ അതിന് നിങ്ങൾക്ക് ഒരു ആക്ച്വലി ഗ്രാഫ് ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മെഷീൻ ലേണിംഗ് NLP എന്നൊക്കെ പറഞ്ഞൊരു ഒരു വട്ടം സെറ്റ്സ് കാണിക്കുന്ന സാധനം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം, വലിയ സംഭവമൊന്നുമല്ല. മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു മിഷൻ നമ്മൾ കൊടുത്ത ഡാറ്റയിൽ നിന്ന് പഠിക്കുന്ന മെത്തേഡ്, അതാണ് മെഷീൻ ലേണിംഗ് അൽഗോരിതം വെച്ച് അത് പഠിക്കുന്നതിനാണെന്ന് പറയാം മെഷീൻ ലേണിംഗ് എന്ന് പറയാം. അപ്പോൾ മെഷീൻ ലേണിംഗ് എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ കുറെ ലോജിസ്റ്റിക് റിഗ്രഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കുറെ സെറ്റ് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മെഷീൻ ലേണിംഗ് നിങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മെഷീൻ ലേണിംഗ് എങ്ങനെയാ വെച്ചാൽ, നിങ്ങൾ ഞാൻ ഇത് പറയുന്ന കുറച്ചുകൂടെ ബ്രോഡ് കൺസെപ്റ്റ് ആണ്, ഭയങ്കര ഇന്നഡപ്തിലേക്ക് പോകുന്നില്ല. കാരണം ഈ ടെർമിനോളജീസ് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞത് നിങ്ങൾക്ക് തെറ്റിപ്പോണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ
മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് എഐന്റെ ഒരു പാർട്ടാണ്. അതെന്താ ചെയ്യുക വെച്ചാൽ നമുക്ക് മെഷീൻസ് പഠിക്കുന്ന രീതിക്കാണ് പറയുക. അതായത് എല്ലാം പറയാതെ തന്നെ, എല്ലാം പറഞ്ഞു കൊടുക്കാതെ തന്നെ നമുക്ക് മെഷീൻസിന് ഇംപ്രൂവ് ചെയ്യാനുള്ള എന്താണ് ഒരു മെത്തേഡാണ് നമ്മൾ മെഷീൻ ലേണിംഗ്. അതായത് നമുക്ക് മെഷീനെ പഠിപ്പിച്ച് നമ്മൾ കുറെ ഡാറ്റ കൊടുക്കാം, ആ ഡാറ്റ ആൽഗോരിതം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, മെഷീൻസ് പഠിക്കും. ഇതാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയാം. ഇനി നെക്സ്റ്റ് പോയിന്റ് ആണ് ഡീപ്പ് ലേണിംഗ് എന്ന് പറയാം. ഡീപ്പ് ലേണിംഗ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യനെ പോലെ മെഷീൻസ് പഠിക്കുന്ന മെത്തേഡ് നമ്മളെന്ന് പറയും. അതായത് മനുഷ്യനെ പോലെ തന്നെ മെഷീൻസ് പഠിക്കുന്ന മെത്തേഡ് നമ്മൾ ഡീപ്പ് ലേണിംഗ് എന്ന് പറയും. അതായത് അവിടെയാണ് എ മിമിക്സ് ദ ഹ്യൂമൻ ബ്രെയിൻ. അതായത് എങ്ങനെയാണോ മനുഷ്യന്റെ തലച്ചോറ് കാര്യത്തെ മനസ്സിലാക്കുക, ഈ ഒരു മെത്തേഡിൽ എ പഠിക്കുന്ന മെത്തഡോളജിയാണ് എന്ന് പറയാം ഡീപ്പ് ലേണിംഗ് എന്ന് പറയും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വലിയ കോംപ്ലക്സ് ആയ വലിയ ഡാറ്റാസിനൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി മെഷീൻസ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഡീപ്പ് ലേണിംഗ് മെക്കാനിക്സ് ആണ്. ഒരു ടൈപ്പ് ഓഫ് മെഷീൻ ലേണിംഗ് ആണ് ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്നത്. അത് എന്താ വെച്ചാൽ ഹ്യൂമൻ ബ്രെയിൻസ് എങ്ങനെയാണോ സാധനങ്ങൾ മനസ്സിലാക്കുക, പാറ്റേൺ മാച്ചിങ് ആണോ എന്താണോ അത് മനസ്സിലാക്കിയിട്ട് അതുവഴി നമ്മുടെ സിസ്റ്റം അങ്ങനെ തന്നെ പഠിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തഡോളജിയാണ്, ഒരു ML-ന്റെ ഒരു ടൈപ്പാണ് ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് മോഡൽ? മെഷീൻ ലേണിംഗിലൊക്കെ എന്താണ് മോഡൽ എന്നൊക്കെ പറഞ്ഞാൽ? A fully trained algorithm. യെസ്, അതായത് ഒരു സിസ്റ്റമാണ് നമ്മൾ ട്രെയിൻ ചെയ്തിട്ടുള്ള മെഷീൻ ലേൺ ചെയ്തിട്ടുള്ള ആ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ എന്താ പറയുക, ആക്ച്വലി ഇതിന് മോഡൽ എന്ന് പറയുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രഡിക്ഷൻസ് മേക്ക് ചെയ്യാൻ വേണ്ടി, നമുക്ക് വേണ്ടുന്ന പ്രഡിക്ഷൻസ് തരാൻ വേണ്ടി നമ്മൾ മോഡൽ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഒരു സ്മാർട്ട് പ്രോഗ്രാം ആണ്. എന്തിനായിരിക്കും നമ്മൾ മെഷീൻ ലേണിംഗ് വഴി നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്, അതിന്റെ പഠിപ്പിച്ച് വെച്ച മോഡൽ ആ ഒരു സിസ്റ്റം നമ്മൾ എന്ത് വിളിക്കും, മോഡൽ എന്ന് വിളിക്കും. അതിനെന്താ കപ്പാസിറ്റി ഉണ്ടാവുക, നമ്മൾ പഠിപ്പിച്ചു വെച്ച ഡാറ്റ വെച്ചിട്ടുള്ള നോളേജ് വെച്ചിട്ട് എന്തുണ്ടാവും, ഒരു പ്രഡിക്ഷൻസും കാര്യങ്ങളും തരാൻ വേണ്ടി ആർക്ക് പറ്റും, ഈ മോഡലിന് പറ്റും. സോ ഇതൊക്കെയാണ് കോർ ആയിട്ടുള്ള നമ്മുടെ കൺസെപ്റ്റുകൾ. ഞാൻ കുറച്ചുകൂടി കൺസെപ്റ്റ് വരുന്നുണ്ട്. അപ്പം നമ്മൾ എന്താ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നോക്കി, എന്താണ് മെഷീൻ ലേണിംഗ് നോക്കി, എന്താണ് ഡീപ്പ് ലേണിംഗ് നോക്കി, എന്താണ് മോഡൽ നോക്കി. സോ എനി ഡൗട്ട്സ് ഓൺ ദിസ് മെഷീൻ ലേണിംഗ് മോഡൽ? എനിക്ക് ഭയങ്കര ബേസിക്സ് ആണ്, നമുക്ക് അഡ്വാൻസിലേക്ക് പോവാം. ഇത് ബേസിക്സ് ആണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കാര്യത്തിലുണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇനി കുറച്ച് കാര്യങ്ങൾ. എന്താണ് അൽഗോരിതം? നിങ്ങൾ ഇത്രയും നേരം പഠിച്ച് നിങ്ങളൊക്കെ സിലബസിലൊക്കെ പഠിക്കുന്ന കാര്യമായിരിക്കും. എന്താണ് പഠിച്ച അൽഗോരിതം? Set of instructions for completing a task. ഓക്കെ, യെസ്. അതായത് ആക്ച്വലി അൽഗോരിതം എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ കോഡ് എഴുതാന്ന് പറയുന്നൊരു ശരിക്കും ലാസ്റ്റ് സ്റ്റെപ്പായിട്ടാണ് ഡെവലപ്പേഴ്സ് ഒക്കെ ചെയ്യുക. അൽഗോരിതം എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ എഴുതാൻ പോകുന്ന പ്രോഗ്രാമിന്റെ ഡാറ്റ ഫ്ലോ, എവിടുന്ന് ഡാറ്റ സ്റ്റാർട്ട് ചെയ്ത് എവിടെ ഡാറ്റ അവസാനിക്കുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അത് ഇതൊക്കെ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന AI ആണെങ്കിലൊക്കെ എന്താണ് സംഭവിക്കുന്നത്, ഒരു ഡാറ്റേനെ എടുത്തിട്ട് ആ ഡാറ്റേനെ പ്രോസസ് ചെയ്ത് എന്തൊക്കെയോ ചെയ്ത് അൽഗോരിതംസ് കിടത്തി വിട്ടിട്ട് എന്ത് ചെയ്യും, ഒരു ഔട്ട്പുട്ട് തരിക. അപ്പം ആ ഡാറ്റ എന്തൊക്കെ മെത്തേഡിൽ കൂടെ കടന്നു പോകണം, എന്തൊക്കെ രീതിയിലാണ് ഡാറ്റയെ പ്രോസസ് ചെയ്യണം, എത്ര കണ്ടീഷൻസ് വെക്കണം, ഇങ്ങനത്തെ എന്തൊക്കെ സെനാരിയോസ് ചെക്ക് ചെയ്യണം, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഹ്യൂമൻ ലാംഗ്വേജിൽ എഴുതി വെക്കുന്ന സംഭവത്തിന് അൽഗോരിതം എന്ന് പറയും. അതായത് ഹ്യൂമൻ ലാംഗ്വേജിലേക്ക് അൽഗോരിതംസ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്, ഒരിക്കലും മെഷീൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ആയിരിക്കില്ല. അപ്പോൾ ഹ്യൂമൻ ലാംഗ്വേജിൽ നമ്മൾ സ്റ്റെപ്പ് ആയിട്ട് എന്ത് ചെയ്യും, കുറെ സ്റ്റെപ്സ് ആയിട്ട് ഒരു സ്റ്റാർട്ടും ഒരു എൻഡും ഉണ്ടാവും. ആ സ്റ്റെപ്സിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യും, കുറെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ആ ഡാറ്റയ്ക്ക് സംഭവിക്കേണ്ടതെന്ന് എഴുതി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്സിനെയാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയും, ഇപ്പൊ ഞാൻ ഇരിക്കുന്ന റൂമിൽ നിന്ന് എനിക്ക് അടുക്കളയിൽ പോയി വെള്ളം എടുത്ത് കുടിക്കണം എന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ എങ്ങനെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ സ്റ്റെപ്പ് 1 എപ്പോഴും സ്റ്റാർട്ട് ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് എല്ലാ അതുകൊണ്ട് സ്റ്റെപ്പ് 1 സ്റ്റാർട്ട് ആണെങ്കിൽ സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞാൽ ഇവിടെ എണീക്കുക എന്നുള്ളതാണ്. സ്റ്റെപ്പ് 3 എന്നുള്ളത് അടുക്കളവാതിൽ ലക്ഷ്യമാക്കി നടക്കുക എന്നുള്ളതാണ്. അവിടെ എന്താണ് സംഭവിക്കുന്നത്, ലൂപ്പിംഗ് ആണ് സംഭവിക്കുന്നത്. അതായത് ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇരിക്കുകയാണോ നിൽക്കുകയാണോ ചെക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ ഇരിക്കുകയാണോ മനസ്സിലാക്കി എന്ത് ചെയ്തു, ഞാൻ നടക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, എനിക്ക് നിൽക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒരു ഏഫ് കണ്ടീഷൻ വെച്ചിട്ട് ഇരിക്കുകയാണോ നിൽക്കുകയാണോ ചെക്ക് ചെയ്തു. ഇരിക്കുകയാണെന്ന് കണ്ടീഷൻ കിട്ടി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ദെൻ എന്ത് ചെയ്യണം, ഞാൻ എഴുന്നേൽക്കണം. എഴുന്നേറ്റ് എന്ത് ചെയ്യണം, പിന്നെ ഞാൻ നോക്കണം ഏത് ഭാഗത്തേക്കാണ് നമ്മുടെ അടുക്കള വാതിലുള്ളത്. ജസ്റ്റ് ആ കിച്ചണിന്റെ വാതിലേക്ക് ഡിസ്റ്റൻസിലേക്ക് ഞാൻ തിരിഞ്ഞേക്കണം. ഇവിടെ കണ്ടീഷൻസ് ആണ്. പിന്നെ സംഭവിക്കണം, എന്റെ കാല് ലൂപ്പായിട്ട് വർക്ക് ചെയ്യണം. ഒരു ഫോർ ലൂപ്പ് ഇട്ടിട്ട് എന്ത് ചെയ്യണം, അടുക്കള വാതിൽ എത്തുന്നോടം വരെ ഞാൻ നടക്കണം. ദെൻ ഞാൻ അടുക്കള എത്തി കഴിഞ്ഞാൽ ആ ലൂപ്പ് എന്താവണം, ബ്രേക്ക് ആവണം. ആ ലൂപ്പ് ഞാൻ പറയുന്ന പ്രോഗ്രാമിങ്ങും അൽഗോരിതം ഒരുമിച്ചാണ്, ഒരു ലൂപ്പ് ആയിരിക്കും, അതവിടെ ബ്രേക്ക് ആവണം. ആ ലൂപ്പ് ബ്രേക്ക് എന്ത് ചെയ്യണം, ദെൻ വെള്ളം ഇരിക്കുന്ന ജഗ് ഞാൻ കണ്ടെത്തണം. ദെൻ ജഗ് കണ്ടെത്തി കഴിഞ്ഞാൽ അതെനിക്ക് നെക്സ്റ്റ് എന്ത് കണ്ടെത്തണം, ഗ്ലാസ് കണ്ടെത്തണം. ഞാൻ പിന്നെ നടത്തണം, വെള്ളം ഒഴിക്കണം. അവിടെ ഒരു ലൂപ്പാണ്. വെള്ളം ഒഴിച്ച് നിറഞ്ഞു കഴിഞ്ഞാൽ ആ ലൂപ്പ് എന്ത് ചെയ്യണം, ബ്രേക്ക് ആവണം. ദെൻ എന്ത് ചെയ്യണം, വെള്ളം കുടിക്കുക. ദെൻ തിരിച്ച് അതേപോലെ തിരിച്ച് ഞാൻ ഈ സീറ്റ് വന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ ലൂപ്പ് എല്ലാം തിരിച്ച് ഈഫ് കണ്ടീഷൻ തിരിച്ച് വന്ന് ഞാൻ ഈ സീറ്റ് വന്നിരിക്കണം. ഇത്രയും നേരം സംഭവിച്ച ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കുറെ സ്റ്റെപ്പ് പറഞ്ഞു. സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, ദെൻ എൻഡിലേക്ക് തീരുക. അപ്പൊ നിങ്ങൾ ആലോചിക്കും, ഇവിടെ എഴുതിക്കുക, നടക്കുക, ഇരിക്കുക, അങ്ങനത്തെ കുറെ സ്റ്റെപ്സ് ഉണ്ട്. ഈ സ്റ്റെപ്സ് മൊത്തം എഴുതി വെച്ചിട്ടുള്ള ഹ്യൂമൻ ലാംഗ്വേജ് നമ്മൾ എഴുതുന്ന വിചാരിക്കാം. ഇത് നമ്മൾ അൽഗോരിതം എന്ന് പറയും.
അതായത് ഞാൻ പറയാം, നിങ്ങൾ ക്യാമ്പസ് പ്ലേസ്മെന്റ് ഒക്കെ പോകുന്ന സമയങ്ങളിൽ കൂടുതലായിട്ടും ചോദിക്കുന്ന ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് അവർക്ക് നിങ്ങൾ ഒരിക്കലും പ്രോഗ്രാമർ ആയിട്ടായിരിക്കും അവർ നിങ്ങൾ കാണുക. നിങ്ങളൊരു പഠിച്ചിറങ്ങിയ കുട്ടികൾ എപ്പോഴും കാണുക ഒരു ലൈക്ക് കുറച്ചൊക്കെ ഇങ്ങനത്തെ തോട്ട്സ് ഒക്കെ വരുന്നത്, അതായത് അൽഗോരിതംസ് ഫ്ലോ ചാർട്ട് ഒക്കെ അറിയാവുന്ന ഡെവലപ്പേഴ്സിന് തന്നെ കിട്ടും. അപ്പം എന്താണ് അൽഗോരിതം എന്നുള്ളത് ഇപ്പോൾ ഇങ്ങനെ മനസ്സിലുണ്ടാവണം. അൽഗോരിതം ഏൽ മാത്രമല്ല എല്ലാ പ്രോഗ്രാമിംഗിൽ ഉപയോഗിക്കുന്ന സംഭവമാണ്. അപ്പൊ അൽഗോരിതം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതിന്റെ ഹ്യൂമൻ ലാംഗ്വേജ് ചെയ്യുന്നതാണ് അൽഗോരിതം എന്ന് പറയാം. ഈ ഇവിടെ നമ്മൾ പറഞ്ഞ അൽഗോരിതം മെഷീൻ ലേണിംഗ് അൽഗോരിതം. എങ്ങനെയാണ് മെഷീൻസ് പഠിക്കുക, എങ്ങനെയാണ് മെഷീൻസ് വർക്ക് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ എഴുതി വെക്കുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി നമ്മൾ എഴുതുന്നതാണ് അൽഗോരിതം എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇതാണ് അൽഗോരിതം എന്ന് പറഞ്ഞ സംഭവം. ഇനി നമുക്ക് ന്യൂറൽ നെറ്റ്വർക്ക് ഉണ്ട്. എന്തായിരിക്കും ന്യൂറോൺസ്? എന്താണ്? വാട്ട്സ് ന്യൂറോൺസ്? യെസ്, നമ്മുടെ ബ്രെയിനിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഡീപ് ലേണിംഗ് വർക്ക് ചെയ്യാൻ നമ്മുടെ ബ്രെയിൻ പോലെയാണ്. അപ്പം ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂറൽ നെറ്റ്വർക്ക് വർക്ക് ചെയ്യുക നമ്മുടെ ഒരു ചെറിയ തലച്ചോറ് പോലെയാണ്. അതായത് ഈ മോഡൽ ആക്ച്വലി ന്യൂറൽ നെറ്റ്വർക്കിന്റെ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ന്യൂറോൺസ് കണക്ട് നെറ്റ്വർക്ക്സ്. നമ്മുടെ തലച്ചോറ് അങ്ങനത്തെയാണ്, കുറെ ന്യൂറോൺസ് ആണ് നമ്മുടെ തലച്ചോറ് വർക്ക് ചെയ്യുക. അപ്പൊ നമ്മുടെ തലച്ചോറിനെ മിമിക് ചെയ്യാൻ വേണ്ടി, നമ്മുടെ തലച്ചോറിനെ കോപ്പി എടുത്ത് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചെറിയ തലച്ചോറിന് ഉണ്ടാക്കുന്ന മെത്തേഡാണ് ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയാം. അതായത് ഇതെന്തിനാണ് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്നുണ്ടാവുക? കമ്പ്യൂട്ടറിന് ഡിസിഷൻസ് മേക്ക് ചെയ്യാനും പഠിക്കാനും. അതായത് രണ്ട് കൺസെപ്റ്റ് ആണ്, ഒന്ന് പഠിച്ചെടുക്കണം, പിന്നെ എന്ത് വേണം. അതായത് ഈ ന്യൂറൽ നെറ്റ്വർക്ക് ഡിഫൈൻ ചെയ്യുന്ന തന്നെ സിസ്റ്റം കമ്പ്യൂട്ടർ പഠിച്ചെടുക്കാനും അത് വെച്ചിട്ടുള്ള ഡിസിഷൻസ് മേക്ക് ചെയ്യാനുമാണ് കമ്പ്യൂട്ടേഴ്സ് എന്ത് ഉപയോഗിക്കുന്നത്? ന്യൂറൽ നെറ്റ്വർക്ക് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മുടെ തലച്ചോറിനെ കോപ്പി, നമ്മൾ ആദ്യം പറഞ്ഞു ഡീപ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ തലച്ചോറിന്റെ, അതായത് നമ്മുടെ മനുഷ്യൻ പഠിക്കുന്ന പോലെയാണ് ഡീപ് ലേണിംഗ് പഠിക്കുക. അപ്പൊ ഡീപ് ലേണിംഗ് പഠിക്കാൻ എന്ത് വേണം? ന്യൂറൽ നെറ്റ്വർക്ക്സ് അവിടെ വേണം. അപ്പൊ ഒരു ന്യൂറൽ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? അതിലേക്കാണ് നമ്മൾ പഠിപ്പിക്കുക. എന്നിട്ട് എന്ത് ചെയ്യും? അതെങ്ങനെ പഠിക്കാം? ഒരു ഹ്യൂമൻ പഠിക്കുന്ന പോലെ പഠിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അതിന് വെച്ചിട്ടുള്ള ഡിസിഷൻസ് മേക്ക് ചെയ്യും. അപ്പൊ ഇതൊക്കെ അൽഗോരിതംസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സംഭവമാണ്. അപ്പൊ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു മോഡലാണ്. അതെങ്ങനെ വർക്ക് ചെയ്യും? നമ്മുടെ തലച്ചോറ് പോലെ വർക്ക് ചെയ്യുന്ന നമ്മുടെ വലിയ മനുഷ്യന്റെ തലച്ചോറ് ഭയങ്കര കോംപ്ലക്സ് ആണ്. അത്രയും വലിയ തലച്ചോറുകൾ ബ്രോഡായിട്ട് ചിന്തിക്കുന്നത് പകരം ഒരു ചെറിയ ബ്രെയിൻ ആയിട്ട് വർക്ക് ചെയ്യുന്ന സിസ്റ്റമാണ് ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയാം. ഇനി എന്ത് ചെയ്യും? ഇത് കമ്പ്യൂട്ടറിനെ പഠിക്കാനും ഡിസിഷൻസ് മേക്ക് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഓക്കെ, ഇനി എന്താണ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്? ANN കേട്ടിട്ടുണ്ടെങ്കിൽ? ഞാൻ നേരത്തെ പറഞ്ഞ ഡീപ്പ് ലേണിംഗിന് നമ്മൾ ഉപയോഗിക്കുന്നത് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ആണ്. ഓക്കെ, അതേ ഡീപ്പ് ലേണിംഗിന് കുറച്ചുകൂടെ ഹാർഡായിട്ട് നമ്മൾ പറഞ്ഞില്ല, ഹ്യൂമൻസിന്റെ ബ്രെയിൻ അതേപോലെ മിമിക് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ANN, അതായത് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് കൺസെപ്റ്റ് ഉപയോഗിക്കുക. അപ്പൊ അതെന്താ വെച്ച് കഴിഞ്ഞാൽ കൺസെപ്റ്റ് ഒന്നും മാറ്റില്ല, വലിയ കൺസെപ്റ്റ് ഒന്നുമല്ല. പക്ഷെ നമ്മൾ എന്താണ് ഇതിന് ഉപയോഗിക്കുന്നത്? അതായത് നമ്മുടെ ഡീപ്പ് ലേണിംഗിന് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ആ കൺസെപ്റ്റ് ആണ്. ഇതെന്തിനാ ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. അത് കുറച്ചും കൂടെ ഹാർഡായിട്ടുള്ള കാര്യങ്ങളും സാധനങ്ങളൊക്കെ ഫിക്സ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതായത് ന്യൂറൽ നെറ്റ്വർക്കിന്റെ പുറമെ നമ്മൾ വെറും ന്യൂറൽ നെറ്റ്വർക്ക്സ് അല്ല, ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് വർക്ക് ചെയ്യുന്ന രീതി തന്നെ കുറച്ചുകൂടെ മാറ്റമുണ്ട്. കുറച്ച് നമ്മൾ കാണാത്ത കുറെ ഹിഡൻ ലെയേഴ്സ് വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക ഈ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് വർക്ക് ചെയ്യാം. അപ്പം കോംപ്ലക്സ് പാറ്റേൺസും ഒക്കെ കുറെ സാധനങ്ങൾ, അത് കോംപ്ലക്സ് നമുക്ക് ഡാറ്റാസിനെ റെപ്രസെന്റ് ചെയ്യാനുള്ള മെത്തേഡ്സ്, അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ഭയങ്കര ഹാർഡ് ആയിട്ടുള്ള കോംപ്ലക്സ് സാധനങ്ങൾ പഠിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ANN എന്ന് പറയുന്ന സംഭവം. ഓക്കെ, ന്യൂറൽ നെറ്റ്വർക്കിന്റെ ഭാഗമായിട്ട് തന്നെ ഒരു സംഭവമാണ്. ഞാൻ ജസ്റ്റ് ഈ PPT ആഡ് ചെയ്തിട്ട് നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. അപ്പം നിങ്ങൾ വേർഡൊക്കെ ഓർത്ത് നോക്കെ. ഞാൻ ഈ PPT നിങ്ങൾക്ക് ഷെയർ തരാം. അപ്പം ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ഓർത്ത് നോക്കുക. ഓക്കെ, പിന്നെ വരുന്നതാണ് ജെനറ്റിക് അൽഗോരിതം. കേട്ടോ? ജെനറ്റിക് അൽഗോരിതം കേട്ടിട്ടുണ്ടോ? ഓക്കെ, നമ്മുടെ ശരിക്കും ഈ നാച്ചുറിൽ നിന്നാണ് എല്ലാം ആക്ച്വലി കുറെ കാര്യങ്ങൾ എവോൾവ് ചെയ്തിട്ടുള്ളത്. അപ്പം എങ്ങനെയാണ് നാച്ചുർ ഈ സാധനങ്ങളെ പഠിക്കുക, എങ്ങനെയാണ് നാച്ചുർ സോൾവ് ചെയ്യുക, ഇതൊക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക ഈ ജെനറ്റിക് അൽഗോരിതംസ് വർക്ക് ചെയ്യുക. അതായത് നമ്മുടെ ഇതുണ്ടല്ലോ എവല്യൂഷൻ തിയറി ഉണ്ടല്ലോ, എവല്യൂഷൻ തിയറി ഒക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ഈ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അങ്ങനത്തെ കുറെ റൂൾസ് ഒക്കെ ഉണ്ടല്ലോ. അതായത് നാച്ചുറൽ എക്സിസ്റ്റൻസ്, ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ, അതായത് നാച്ചുറൽ എക്സിസ്റ്റൻസ്, നാച്ചുറൽ സെലക്ഷൻസ്, ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മുടെ ഈ നാച്ചുറൽ എങ്ങനെയാണ് ഓരോ പ്രോബ്ലത്തിനെയും കണ്ടിരിക്കുന്നത്, അതിനെങ്ങനെയാണ് സോൾവ് ചെയ്തിരിക്കുന്നത്, ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് അതിന്റെ അതേപോലത്തെ കോപ്പി ജനറേറ്റ് ചെയ്ത് ഇത് വർക്ക് ചെയ്യും. അതായത് ഒരു സാധനത്തിൽ ഒരു ആൻസറിന് പകരം കുറെ ആൻസർ, നമ്മുടെ സെയിം പരിപാടി നമ്മളിപ്പോ ചോദിക്കുകയാണ് എങ്ങനെ അങ്ങോട്ട് പോവാന്ന് വെച്ചാൽ, നമ്മളിപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ നിൽക്കുന്ന ടോക്കസ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് എങ്ങനെ എറണാകുളത്തേക്ക് പോവാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു വഴിയല്ല പറയാം, നിങ്ങളൊരു 10 വഴി വരും. ഇങ്ങനെ പോയി തൃപ്പൂണിത്തുറ വഴി അങ്ങനെ പോവാം. നിങ്ങൾ പറയും അത് വേണ്ട, അത് തെറ്റായ വഴിയാ, അതിൽ വേറൊരു ഷോർട്ട് ഉണ്ട്. ഇങ്ങനെ കുറെ ആൻസർ. അതായത് മനുഷ്യന്റെ അല്ലെങ്കിൽ നാച്ചുറലിന്റെ പ്രത്യേകതയാണ് ഒന്നിൽ കൂടുതൽ ആൻസർ തരിക എന്നുള്ളത്. അപ്പൊ ഈ ജെനറ്റിക് അൽഗോരിതം വർക്ക് ചെയ്യുന്ന ഈ ഒരു മെത്തേഡിലാണ്. അതായത് ഓരോ തവണയും നമ്മൾ ചോദിക്കുമ്പോഴും നമ്മൾ കൊടുക്കുന്ന ആൻസേഴ്സ് ഡിഫറെന്റ് ആയിരിക്കും. ജെനറ്റിക് അൽഗോരിതം വർക്ക് ചെയ്യുന്ന മെക്കാനിസം എന്ന് വെച്ചാൽ, ഈ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കി പറഞ്ഞ എക്സാമ്പിൾ ആണ്. ഇപ്പൊ നിങ്ങൾ ഒരു തവണ എന്റെ കൂടെ, എനിക്ക് ഒട്ടും പറ്റാത്ത എന്റെ കൂടെ നിങ്ങൾ ഒരു സ്ഥലത്ത് വന്നു, ഒരു സ്ഥലത്ത് എന്നോട് വന്ന് നിങ്ങൾ വന്നിട്ട് നാളെ നിങ്ങൾ
അപ്പോൾ നാളെ നിങ്ങൾ വേറെ അവിടെ പോവാണ്. അപ്പോൾ നിങ്ങൾ പറയും ഓക്കെ എനിക്കൊരു വഴി അറിയാം, ഈ വഴി പോകാന്ന് പറയാൻ. അപ്പം മറ്റാൾ പറയുകയാണ് ഇതാണ്, ഇത് ചുറ്റാണ്, എനിക്ക് വേറെ സിമ്പിൾ വഴിയാണ്. നമ്മൾ ചെയ്യും, അവൻ ആ വഴി കൊണ്ട്. അപ്പം നമ്മുടെ 2 വഴി നമ്മുടെ മനസ്സിലുണ്ട്. നെക്സ്റ്റ് നിങ്ങൾ അടുത്ത ആൾ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താ ആൻസർ? മുമ്പത്തെ ഞാൻ പോയ വഴിയല്ല നിങ്ങൾ പറയാം, നിങ്ങൾ വേറെ ഡിഫറെന്റ് വഴി, അതിൽ വേറെ വഴി, അതിൽ പോയി നോക്കാതെ വന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഓരോ തവണ നിങ്ങൾ പഠിച്ചനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യും, പുതിയ ആൻസേഴ്സ് നിങ്ങൾ ട്രൈ ചെയ്യും. അത് നമ്മുടെ എല്ലാത്തിൻ്റെയും പ്രത്യേകത. ഒരു ഹോട്ടലാണെങ്കിൽ പോലും നമ്മൾ ഒരു ഹോട്ടലിൽ ഒരു മന്തി വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് അടുത്ത ഹോട്ടലിൽ പോയി നമ്മൾ എനിക്ക് ഇഷ്ടപ്പെട്ട മന്തി നമ്മൾ വേറെ ആൻസർ, ആ മന്തി അല്ല മറ്റവിടുത്തെ മന്തിയാണ് കൂടുതൽ ഇഷ്ടം. അതങ്ങനെയാണ് മനുഷ്യന്റെ ഒരു എവല്യൂഷന്റെ തിയറിയിലൊക്കെ അങ്ങനെ തന്നെ വർക്ക്. അതായത് മൊത്തത്തിൽ അങ്ങനെയാണ് വർക്ക്. അപ്പം ഇതെന്തെയും ജനറ്റിക് അൽഗോരിതം വർക്ക് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ തന്നെയാണ്. അതായത് ഒരു തവണ തന്ന ആൻസർ ആയിരിക്കില്ല നിങ്ങൾക്ക് രണ്ടാമത്തെ തവണ. നിങ്ങൾ ChatGPT ഉപയോഗിച്ച് നോക്കൂ, നിങ്ങൾക്ക് ഒരു തവണ വർക്ക് ചെയ്ത എക്സാം നിങ്ങൾ സെയിം പ്രോംപ്റ്റ് സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പോലും അവർ ആൻസറിൽ മാറ്റം വരും. അത് ചില ഫോർ എക്സാമ്പിൾ ഇന്ത്യ എന്ന് സ്വാതന്ത്ര്യം നേടുന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്പണന്റ് ക്വസ്റ്റ്യൻസ് ആക്ച്വലി ChatGPT ആൻസർ തരില്ല. ലൈക്ക് ഓപ്പണന്റ് അല്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ് ChatGPT ആൻസർ തരിക. മീൻസ് ക്വസ്റ്റ്യൻ ബെറ്റർ ആയിട്ട് ഈ ഓപ്പണന്റ് എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ ആൻസർ പറയുന്ന സംഭവത്തിനൊന്നും ChatGPT ആൻസർ തരുന്ന ഭയങ്കര ലെങ്തി പാരഗ്രാഫ് വരും, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ജനറേറ്റ് തരുന്ന ആൻസേഴ്സ് ഡിഫറെന്റ് ആയിരിക്കും. അതായത് അത് നമ്മുടെ ഒരു പ്രത്യേകത. നിങ്ങൾ തന്നെ നിങ്ങളൊരു സ്ഥലത്ത് ഒരു തവണ നിങ്ങളൊരു പറഞ്ഞൊരു കാര്യം തന്നെ എനിക്ക് അതേപടി മാറ്റി പറയാൻ പറ്റില്ല. നിങ്ങൾ മാറ്റി പറയും. നിങ്ങൾ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ നിങ്ങൾ ചെറിയൊരു കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യും. ചിലപ്പോൾ ആൻസറേയും മാറ്റും, ചിലപ്പോൾ നിങ്ങളുടെ വാക്കുകൾ നിങ്ങൾ മാറ്റും, പുതിയ നല്ല വാക്കുകൾ നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കും. നിങ്ങളുടെ വൊക്കാബുലറി കൂടുതൽ വെച്ചാൽ എന്ത് ചെയ്യും, സാധനങ്ങൾ മാറ്റി പരീക്ഷിക്കും. ഇതേപോലെ വർക്ക് ചെയ്യുന്ന അൽഗോരിതമാണ് ജനറ്റിക് അൽഗോരിതം. ഓക്കെ, അപ്പോൾ എന്താ വെച്ചാൽ ഇത് എന്ത് ചെയ്യും, ഡിഫറെന്റ് ആൻസേഴ്സ് എന്ത് ചെയ്യും ഡിഫറെന്റ് ടൈമിൽ തരാൻ വേണ്ടി തരും. അതെന്ത് ചെയ്യും, ഓരോ തവണയും നമ്മുടെ ഓരോ പുതിയ ലേണിംഗ് വരുമ്പോഴും അത് എന്ത് ചെയ്യും, പഠിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, ആ പുതിയ ലേണിംഗ് പഠിക്കും തോറും അതിന്റെ ആൻസേഴ്സ് എന്തോ മാറിക്കൊണ്ടിരിക്കും, പുതിയ ആൻസേഴ്സ് അതിന് വന്നുകൊണ്ടിരിക്കും. ഇതാണ് ജനറ്റിക് അൽഗോരിതം എന്ന സംഭവം. ഓക്കെ, ഐ തിങ്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയാണ് ഫോർവേഡ് ചെയിനിങ് എന്ന് പറഞ്ഞ സംഭവം. ഐ തിങ്ക് നിങ്ങളും ഇത് ഫെമിലർ ആയിരിക്കില്ല. ഇനി പറഞ്ഞു തരികയാണെങ്കിൽ ഫോർവേഡ് ചെയിനിങ് എന്ന് പറഞ്ഞാലും എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ വായിക്കാം, റീസണിങ് ഫ്രം ഡാറ്റ ടു കൺക്ലൂഷൻസ്. അതായത് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചു, അപ്പോൾ അതിനറിയാവുന്ന കുറേ ഫാക്ട്സ് ഉണ്ടാവും. അതായത് ഈ മെഷീൻ ലേണിംഗിന് അറിയാവുന്ന കുറേ ഫാക്ട്സ് ഉണ്ടാവും. ആ ഫാക്ട് വെച്ചിട്ട് അതിനൊരു കൺക്ലൂഷൻ കിട്ടുക. അതായത് ആ ഫാക്ട് വെച്ചിട്ട് നമുക്കൊരു ഫൈനൽ കൺക്ലൂഷൻ തരിക എന്നുള്ളതാണ് ഇതിൻ്റെ. അത് ആക്ച്വലി നമ്മളൊക്കെ ഇതൊക്കെ നിങ്ങൾ ആലോചിക്കുക, നമ്മൾ ചെയ്യുന്ന സെയിം മെക്കാനിസം ആണ്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ പറയും, കുറേ ഫാക്ട്സ് നമ്മുടെ കയ്യിലുണ്ടാവും, കുറേ സംഭവങ്ങളുണ്ടാവും. ഇപ്പോൾ എന്താണ്, ഇപ്പം നമ്മുടെ ഈ ഇടയ്ക്ക് ഹൈദരാബാദ് എന്ന വിമാനാപകടത്തെ പറ്റി വളരെ കുറേ ഫാക്ട്സ് ഉണ്ട്. അതായത് ഒരു 200 അടി പൊങ്ങുമ്പോൾ തന്നെ വിമാനത്തിന്റെ ടയേഴ്സ് പൊക്കണം, പിന്നെ ഫ്ലാപ്പുകൾ അടയ്ക്കാൻ പാടില്ല. ഇങ്ങനെ കുറേ ഫാക്ട്സ് ഉണ്ട്. ആ ഫാക്ട്സ് ചെയ്യുമ്പോൾ കുറേ നമ്മളല്ലോ കുറേ ടെക്നിക്കലി ഹൈ ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറയും നമുക്ക് ആൻസർ തരും. ഇതുകൊണ്ടായിരിക്കാം ചില വിമാന അപകടം ഉണ്ടാവുക. ഒരു കൺക്ലൂഷൻസിലേക്ക് എത്തുകയാണ് ആൾക്കാർ. അതായത് റീസൺ 100% ഉറപ്പല്ല, ബട്ട് ഒരു കൺക്ലൂഷനിലേക്ക് എത്തുകയാണ്. ഇതേപോലെ ഒരു മിഷൻസ് നമുക്ക് എന്ത് ചെയ്യാണ്, കുറേ ഫാക്ട്സ് വെച്ചിട്ട്, അതായത് കുറേ കാര്യങ്ങൾ കുറേ സാധനങ്ങൾ വെച്ചിട്ട് നമുക്കൊരു ഫൈൻ കൺക്ലൂഷൻ തരികയാണ്. ഇങ്ങനെ ആവാം അതാ ഉണ്ടാവുന്നത് ഇന്ന് എന്ന രീതിയിൽ ആൻസർ തരുന്ന മെക്കാനിസത്തിന് പറഞ്ഞ പേരാണ് ഫോർവേഡ് ചെയിനിങ് എന്ന് പറയാം. ഓക്കെ, ഒന്നുമില്ല, കുറേ ഫാക്ട്സ് ഉണ്ടാവും. ആ ഫാക്ട്സിന് എന്ത് ചെയ്യും, നമുക്കൊരു കൺക്ലൂഷൻസ് എത്തിച്ചേരും. അപ്പോൾ അങ്ങനെ കൺക്ലൂഷൻ എത്തുന്ന രീതിക്കാണ് നമ്മൾ എന്ത് പറയുക, ഫോർവേഡ് ചെയിനിങ് എന്ന് പറയാം. ഓക്കെ, ഇത് ഈ പറഞ്ഞ ഏതെങ്കിലും ടോപ്പിക്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ എക്സ്പ്ലനേഷൻ വേണമെന്ന് തോന്നുന്ന ടോപ്പിക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ. അപ്പം ജസ്റ്റ് ഈ ടോപ്പിക്ക് ഞാൻ പറയുകയാണ്, ഇപ്പം നമ്മൾ നോക്കിയ കാര്യങ്ങളുടെ ഒരു പ്രത്യേകത വെച്ചാൽ ഈ സാധനങ്ങൾ ആക്ച്വലി ഭയങ്കര എന്താ പറയുക, മെഷീൻ ലേണിംഗിൽ നമ്മൾ പഠിക്കാൻ പോകും, നമ്മൾ ആണ് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നെങ്കിൽ ഡെവലപ്മെന്റ് ഏറ്റവും കൂടുതൽ നിങ്ങൾ യൂസ്ഡ് ആയിട്ട് വരുന്ന കുറച്ച് സാധനങ്ങളാണ്. അൽഗോരിതം ആണെങ്കിലും ന്യൂറൽ നെറ്റ്വർക്ക് ആണെങ്കിലും ജനറ്റിക് അൽഗോരിതം ആണെങ്കിലും ഫോർവേഡ് ചെയിനിങ് ആണെങ്കിലും ഇതൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്കൊരു നല്ലൊരു സിസ്റ്റംസ് ക്രിയേറ്റ് ചെയ്യാൻ ആക്ച്വലി നമുക്ക് പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഇങ്ങനത്തെ ടോപ്പിക്കുകളൊക്കെ കൂടുതലായിട്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നമുക്ക് അത് ആക്ച്വലി ഒരു ഡെവലപ്പ് ചെയ്യാൻ ചിലപ്പോൾ ഇതൊന്നും വേണ്ടതില്ല, ഒരു സിമ്പിൾ സാധനം ഡെവലപ്പ് ചെയ്യാൻ വേണ്ട. പക്ഷേ നിങ്ങൾ നല്ലൊരു അൽഗോരിതം നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലുണ്ടാവണം. അതായത് എന്താണ് ജനറ്റിക് അൽഗോരിതം, എങ്ങനെയാണ് ന്യൂറൽ നെറ്റ്വർക്ക് വർക്ക് ചെയ്യുക, എന്താണ് ഫോർവേഡ് ചെയിനിങ്, ഇതൊക്കെ എങ്ങനെയാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ സാധനങ്ങളും മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് ഒരു സാധനം സെർച്ച് ചെയ്യണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതെങ്ങനെയാണ് ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്യാമെന്നുള്ള ആലോചിച്ച് എന്ത് ചെയ്യാൻ പറ്റും, സെർച്ച് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടിയാണ് നമ്മളിത് പറയുന്നത്. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്യാൻ ആസ്ക് മീ. നെക്സ്റ്റ് വരിക. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഒന്നുമില്ല, ഭയങ്കര വലിയ കൺസെപ്റ്റ് ഒന്നുമല്ല. എന്താണ് ട്രെയിനിങ് ഡാറ്റ? എന്നാൽ ഡാറ്റാസ് എന്താണ്, നോളജ് എന്താണ്? ലൈക്ക് Knowledge is information obtained via data. ഓക്കെ, കുറച്ച് പറഞ്ഞത് കറക്റ്റാണ്.
ഞാൻ പറഞ്ഞ പോയിന്റ് ആണെങ്കിൽ പ്രോസസ്ഡ് ഡാറ്റാസ് ഈസ് കോൾഡ് നോളജ്. അതായത് ഡാറ്റനെ പ്രോസസ് ചെയ്തിട്ട് അതിന് നമുക്ക് എന്തെങ്കിലും ഒരു സാധനം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നോളജായി മാറുന്നതാണ്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 8:30 സോറി 5:10 നമ്മൾ കഴിഞ്ഞ ദിവസം സിനിമേഷൻ 5:10 നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ബസ് ആലുവയ്ക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം അത് ഡാറ്റയാണ്. 5:10 എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് അന്ന് ആലുവയ്ക്ക് ബസ് ഉള്ളത്. ആ ഡാറ്റ കിട്ടിയ ശേഷം അവിടെ നിന്ന് നമ്മളൊക്കെ എന്താ തീരുമാനിച്ചത്? അപ്പോൾ എങ്ങനെയും എന്ത് ചെയ്യണം, ലൈക്ക് അത് നമ്മൾ നോളജ് ജനറേറ്റ് ചെയ്തു. അതായത് ക്ലാസ് എത്രയും പെട്ടെന്ന് തീർത്ത് നമുക്ക് ഫോട്ടോ എടുത്ത് 5:10 നമുക്ക് ഇറങ്ങാൻ പറ്റിയാൽ നമുക്ക് ആ ബസ്സിന് പോവാം. നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് ആ കിട്ടിയ ഡാറ്റ വെച്ച് നമ്മൾ എന്ത് ചെയ്തു? പ്രോസസ് ചെയ്ത് നോളജ് കൺവേർട്ട് ചെയ്തു. നോളജ് എന്തായിരുന്നു? 5:10 മുമ്പ് എത്ര ബസ് കിട്ടണമെങ്കിൽ എന്നാലും മാത്രമേ നമുക്ക് വീട്ടിലെത്താൻ പറ്റില്ല. നമ്മൾ കുറേ നോളജ് അവിടെ നമ്മൾ എന്ത് ചെയ്തു? അതായത് ആ ഡാറ്റയെ വെച്ച് നമ്മൾ പ്രോസസ് ചെയ്ത് നമ്മളൊരു ഒരു ഡിസിഷൻ മേക്കിങ്ങിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ എന്തു ആ ഡാറ്റയെ നോളജ് ആക്കി മാറ്റി നമ്മൾ അതിലൂടെ എത്തി. അപ്പോൾ അതാണ് ഡാറ്റ എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ ഈ ട്രെയിനിങ് ഡാറ്റ എന്തായിരിക്കും ട്രെയിനിങ് ഡാറ്റ? അതായത് നമ്മുടെ മിഷൻസിനെ നമ്മൾ പഠിപ്പിക്കുന്ന പീസ് ഓഫ് ഇൻഫർമേഷൻസ് നമ്മൾ എന്ത് പറയും? ഡാറ്റ, ട്രെയിനിങ് ഡാറ്റ എന്ന് പറയും. അത് ആക്ച്വലി ഒരു ഇവിടെയാണ് ഹ്യൂമൻസും മിഷൻസും ചെറിയ വ്യത്യാസം വരിക. ഹ്യൂമൻസിന് പഠിക്കാൻ വലിയ കുറേ ഡാറ്റസിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ മിഷൻസിന് അങ്ങനെയല്ല. മിഷൻസിന് കൊട്ടക്കണക്കിന് ഡാറ്റാസ് ആവശ്യമുണ്ട്. അതായത് മിഷൻസിന് കുറേ കണക്കിന് ഡാറ്റാസ് ഉണ്ടെങ്കിൽ മാത്രമേ മിഷൻസ് എന്ത് ചെയ്തിട്ടുള്ളൂ, ഇത് പഠിക്കാനുള്ളൂ. ഈ നമ്മൾ ഇപ്പം ഡാറ്റാസ് ഒക്കെ പഠിക്കുന്ന രീതികളുണ്ടല്ലോ. അപ്പം ശരിക്കും മിഷൻസ് എങ്ങനെ ഡാറ്റ പഠിക്കുന്ന വെച്ചാൽ ഓൾഡ് മിഷൻസ് ആണ് ഞാൻ പറയുന്നത്. ആൻഡ് ഇപ്പോഴത്തെ ജനറേറ്റീവ് മിഷൻസ് അല്ല, ബേർട്ട് പോലത്തെ മിഷൻസ് അല്ല, പഴയ മിഷൻസ് അങ്ങനെ വെച്ചാൽ ഈ മിഷൻസിന് നമ്മൾ ഇപ്പം എന്താ പറയുക, ഒരു പട്ടിനെയാണ് നമ്മൾ പഠിക്കാൻ കൊടുക്കുന്നത്. ഈ പട്ടിനെ പഠിക്കുമ്പോൾ മിഷൻസ് എന്ത് ചെയ്യും? ട്രെയിൻ ഡാറ്റ കൊടുക്കുന്ന ഒരു കുറേ പട്ടികൾ ഇങ്ങനെ ട്രെയിൻ ഡാറ്റ കൊടുക്കുക. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പട്ടിയുടെ ഓരോ പുറത്ത് കാണുന്ന ഫിസിക്കൽ അപ്പിയറൻസ് നമ്മൾ എന്ത് ചെയ്യും? ഓരോന്നിനും ഓരോ പോയിന്റ് കൊടുക്കും. അതായത് എക്സാമ്പിൾ 100 മൊത്തത്തിലുള്ള പോയിന്റ് ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? കാലുകൾക്ക് 20 കാലുകൾക്ക് 20 തന്നെ 100 80 പോട്ടെ. കാലുകൾക്ക് എല്ലാത്തിനും 10 പോയിന്റ് കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്യും? 10 കാല് 40. പിന്നെ എന്ത് ചെയ്യും? ചെവി ഒരു 20, വാലൊരു 20. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? പട്ടിയുടെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ത് ചെയ്യും? ഓരോന്നിനും ഒരു ഇത്ര മാർക്ക് വെച്ച് കൊടുക്കും. ഓക്കെ, ആ മാർക്ക് കൊടുത്തിട്ട് എന്ത് ചെയ്യും? ഈ മിഷൻസിന് പറഞ്ഞു കൊടുക്കും ഇതാണ് പട്ടീന്ന്. നമ്മളെന്ത് ചെയ്യും? ഓരോ തവണയും പട്ടീനെ അപ്ലോഡ് ചെയ്യുമ്പോഴും നമ്മൾ ഈ മിഷൻസിൻ്റെ കൗണ്ട് മാറ്റിക്കൊണ്ടിരിക്കും. അതായത് നമ്മളെന്ത് ചെയ്യും? അടുത്ത തവണ പട്ടി വന്നു, ആ പട്ടിക്ക് പൂടെ ഉണ്ട് വിചാരിക്കുക. നമ്മൾ ആദ്യം എടുത്ത പട്ടിക്ക് പൂടെ ഇല്ലായിരുന്നു, അടുത്ത പട്ടിക്ക് വരുമ്പോൾ പൂടെ. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ആ മാർക്കിങ് മാറ്റിയിട്ട് നമ്മൾ അതിനെ റീഅറേഞ്ച് ചെയ്യും. പട്ടിക്ക് ചിലപ്പോൾ പൂടെ ഉണ്ടാവാം. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ ഈ എന്താ പറയുക സ്കിന്നിൻ്റെ കളറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ മാർക്ക് കുറച്ചിട്ട് ഈ പൂനെയുടെ മാർക്ക് കൂട്ടിട്ട് അങ്ങനെയൊക്കെ റീഅറേഞ്ച് ചെയ്ത് കുറേ ഡാറ്റ വെച്ച് റീഅറേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഒരു ഡാറ്റ കൺക്ലൂഷൻ എത്തും. ഇതായിരിക്കും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. ഇത് നമ്മുടെ മെഷീൻ ലേണിംഗ് അൽഗോരിതം എന്ത് ചെയ്യും? നമുക്ക് പഠിക്കാൻ വേണ്ടി മെഷീൻ ലേണിംഗ് അൽഗോരിതം ഇത് പറഞ്ഞു കൊടുക്കും. അതായത് മെഷീൻ ലേണിംഗ് അൽഗോരിതം ഈ സാധനത്തിന് എടുത്തിട്ട് ഇത് പട്ടിയാണെന്നുള്ളത് മനസ്സിലാക്കി അതിനെ ലേബൽ ചെയ്തിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കും. ഇങ്ങനെയാണ് ട്രെയിൻ ഡാറ്റ ഉപയോഗിക്കുക. അപ്പം പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ ഈ സാധനത്തിൽ ഒരു പ്രശ്നമുണ്ട്. അതായത് ഏതോ ഒരു മെഷീൻ ലേണിംഗ് അൽഗോരിതം ഉണ്ടാക്കിയ സമയത്ത് ഞാനൊരു ബുക്കിൽ വായിച്ചാണ്. അപ്പോൾ മെഷീനെ ഉണ്ടാക്കിയ സമയത്ത് അവർ ഉണ്ടാക്കിയത് പട്ടികളെയാണ് പഠിപ്പിക്കുക. അപ്പം ഈ പട്ടികളെ പഠിപ്പിക്കുന്നത് ഏകദേശം ഒരു 10 ലക്ഷം ഡാറ്റ ഫെഡ് ചെയ്തു. പക്ഷെ അതിലൊരു 1 ലക്ഷം ഡാറ്റ എടുത്ത് ഹസ്കിയുടെ ഡാറ്റയാണ്. അപ്പോൾ ഈ ഹസ്കിക്ക് ഒരു പ്രത്യേകത, ഹസ്കി കൂടുതൽ കാണപ്പെടുക മഞ്ഞുള്ള ഏരിയയിലാണ്. അപ്പോൾ ഈ സിസ്റ്റം എന്ത് ചെയ്തു? മെഷീൻ ലേണിംഗ് അൽഗോരിതം തന്നെ റൺ ചെയ്തിട്ട് നമ്മൾ ഈ എന്താ പറയുക ഈ മാർക്കിങ് തന്നെയാണ് ചെയ്യുകയാണല്ലോ. അപ്പോൾ ഈ മാർക്കിങ് തന്നെ ചെയ്യുന്ന സമയത്ത് മെഷീൻ ലേണിംഗ് അൽഗോരിതം മഞ്ഞിന് കൂടുതൽ മാർക്ക് കൊടുത്തു. അപ്പോൾ ഒരു ചെന്നായ മഞ്ഞിലിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ കുറേ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, ബട്ട് ഏകദേശം സിമ്പിളാണ്, മഞ്ഞുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു? പട്ടിയായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ അൽഗോരിതംസിന് ട്രെയിനിങ് ഡാറ്റയിൽ നമ്മൾ കൊടുക്കുന്നതിൽ എന്തിനാണോ പ്രയോറിറ്റി കൂടുതൽ വേണ്ടതെന്നുള്ളത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കണം. അപ്പം ഈ ട്രെയിനിങ് ഡാറ്റയിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ട്രെയിൻ ചെയ്ത് വെച്ച സാധനം, അതായത് പഠിച്ച സാധനത്തിൽ എന്തൊക്കെ ശരിയുണ്ട് എന്തൊക്കെ തെറ്റുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാനൊക്കെ ഉപയോഗിക്കുന്നതും എന്താണ്? ഈ ട്രെയിനിങ് ഡാറ്റയാണ്. അതായത് നമ്മൾ പഠിച്ച അൽഗോരിതം ഉണ്ടോ, ഈ അൽഗോരിതം വെച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണോ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ തെറ്റാണ്. അപ്പോൾ അൽഗോരിതം എന്ത് ചെയ്യും? ഒരു എവല്യൂഷൻ നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അൽഗോരിതം എന്ത് ചെയ്യും? ഞാൻ ഈ പറഞ്ഞിട്ടുള്ള പ്രയോറിറ്റി മാറി ഒരു അവസാനം ഒരു കൺക്ലൂഷൻ എത്തും. ഇങ്ങനെയാണ് മെഷീൻ ലേണിംഗ് എന്ത് ചെയ്യുക? ഓരോ സാധനങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണ് AI സിസ്റ്റങ്ങൾ വർക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് ട്രെയിനിങ് ഡാറ്റ. ദെൻ എന്താ പറയുക? എന്താണ് ലേബൽ? ലേബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് നമുക്ക് അതിൽ പട്ടി ഐഡന്റിഫൈ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആക്ച്വലി ചില സമയത്ത് ഒരു ഹ്യൂമൻ ഇതിൻ്റെ കറക്റ്റ് കൊടുക്കണം കേട്ടോ. പക്ഷേ മെഷീൻ ലേണിംഗ് അൽഗോരിതം എന്ത് ചെയ്യും? ഓരോന്നിനും ലേബൽ ചെയ്യും. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ 1 ലക്ഷം പട്ടിനെ പഠിപ്പിക്കുന്ന സമയത്ത്
അതിനകത്ത് പഠിപ്പിച്ചു. പിന്നെ ലാസ്റ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക അത് വർക്ക് ചെയ്യുന്നുള്ളത്. അല്ലെങ്കിൽ ലൈക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക, നമ്മളിത് പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ലേബൽ ചെയ്യും. അതായത് ഇത് പട്ടിയാണ്, ഇത് പൂച്ചയാണ്, അതായത് ഇങ്ങനെയൊക്കെ ഇങ്ങനെ ലേബൽ ചെയ്ത് വെക്കും. ഇത് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഈ ലേബലിൽ നമുക്ക് ആൻസർ ഇല്ല. അതായത് ആക്ച്വലി എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ് ഡാറ്റയിൽ കറക്റ്റ് ഡാറ്റയിൽ എന്ത് ചെയ്യും, അത് ലേബൽ ചെയ്യും ഇപ്പോൾ ചെയ്യും. അതായത് നമ്മൾ ട്രെയിനിങ് ഡാറ്റ എല്ലാം ശരിയാവണം നിർബന്ധമില്ല. അതിൽ തെറ്റ ഡാറ്റ ഉണ്ടെങ്കിൽ ആ ഡാറ്റന് ലേബൽ ചെയ്യില്ല, പകരം ശരിയുള്ള ഡാറ്റനെ മാത്രം എന്ത് ചെയ്യും, ലേബൽ ചെയ്ത് വെക്കും. ഓക്കെ, അപ്പൊ ലേബലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ പട്ടിയാണെങ്കിൽ അതിന്റെ മേളിൽ പട്ടിയുടെ ലേബൽ ഉണ്ടോ, ഇത് പട്ടി അല്ലാത്തതൊന്നും ലേബൽ ചെയ്യുമില്ല. അപ്പോൾ ഡാറ്റ കറക്റ്റ് ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി, ട്രെയിനിങ് ഡാറ്റ ഡാറ്റ കറക്റ്റ് റോങ് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നതാണ് ലേബലിംഗ് എന്നാണ് പറയുക. ലേബൽ ചെയ്ത് എന്ത് ചെയ്യും, അത് മെഷീൻ ലേണിംഗ് അൽഗോരിതം ലേബൽ ചെയ്യും. അത് കറക്റ്റ് റോങ് ആണോ റൈറ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു മെക്കാനിസമാണ്. ഓക്കെ, ഇനി വരുന്നതാണ് ഫീച്ചർ. ഓക്കെ, ഇനി ഫീച്ചർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, ഞാൻ അതിൽ ഓരോ, അതായത് കാല്, മുഖം, കണ്ണ്, ചെവി, ഇങ്ങനത്തെ വാല്, ഇങ്ങനത്തെ കുറേ ഫീച്ചേഴ്സ് ഉണ്ടല്ലോ. അതായത് ഈ സാധനത്തിന്, അതായത് പട്ടീനെ ഡിസ്റ്റിങ്വിഷ് ചെയ്ത് അറിയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ അതിൻ്റെ ഹൈറ്റ്, വെയിറ്റ്, എന്തോ അതൊക്കെ അതിൻ്റെ ഫീച്ചേഴ്സാണ്. ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡാറ്റ നമ്മൾ പഠിപ്പിക്കുന്ന ഡാറ്റേനെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി, ഡിസ്റ്റിങ്വിഷ് അറിയാൻ വേണ്ടി, അതിന് കൃത്യമായിട്ട് അതിൻ്റെ ഓരോ ഘടന അറിയാൻ വേണ്ടി, നമ്മൾ കറക്റ്റായിട്ട് അതിന് മാർക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ അതിൻ്റെ ഫീച്ചേഴ്സ് എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ആ ഫീച്ചേഴ്സ് ആയിരിക്കും എന്ത് ചെയ്യുക, നമ്മൾ മറ്റേ ലേണിംഗ് ഡാറ്റ വെച്ചിട്ട് നമ്മൾ പിന്നീട് ഓരോ തവണ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിന് ആൻസർ പറയുമ്പോൾ ആ ഫീച്ചേഴ്സ് വെച്ച് ആൻസർ ചെയ്യാം. അപ്പോൾ എന്തൊക്കെയാവാം, പട്ടിയുടെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തും ആവാം, ഹൈറ്റ് ആവാം, വെയിറ്റ് ആവാം, കൈ ആവാം, കാലാവാം, വാലം ഒക്കെ എന്തായിരിക്കും ഫീച്ചേഴ്സ് ആയിട്ടായിരിക്കും എടുക്കുക. അപ്പോൾ ലേബൽ ചെയ്ത ഡാറ്റ എന്ത് ചെയ്യും, ആ ഡാറ്റയിൽ നിന്ന് ഈ ഫീച്ചേഴ്സും കൂടെ അവർ എന്ത് ചെയ്യും, ലിസ്റ്റ് ചെയ്യും. അതനുസരിച്ചായിരിക്കും എന്ത് ചെയ്യും, ഞാൻ നേരത്തെ പറഞ്ഞ ആ മാർക്കിടൽ നടക്കുക. ഓക്കെ, ഇനി വരുന്നതാണ് പാരാമീറ്റർ. പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡാറ്റയെ നമ്മൾ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് നമ്മളിത് റൺ ചെയ്യുന്ന സമയത്ത് ഞാൻ ചെറിയ ചെറിയ ചേഞ്ചസ്, ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു പട്ടിക്ക് എക്സാമ്പിൾ അങ്ങനെ വിചാരിക്കുക, ഒരു പട്ടിക്ക് കാലൊരെണ്ണം ഇല്ലാതെ ഇരിക്കുക. അപ്പോൾ കാലില്ല, അപ്പോൾ പക്ഷെ അത് പട്ടിയാണല്ലോ. അപ്പം നമുക്കറിയാലോ അങ്ങനെ അവിടെ ചെറിയൊരു മാർക്ക് കുറവ്, അതായത് കാലില്ലെങ്കിലും അത് പട്ടിയാണെന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അപ്പം അത് തിരിച്ചറിയണമെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ വാല്യൂസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ട്രെയിനിങ് സമയത്ത് അതിന് മാറ്റം വരുത്താൻ പറ്റും. അത്തരത്തിൽ മാറ്റം വരുത്താൻ വേണ്ടി നമ്മൾ പാസ് ചെയ്യുന്ന സാധനങ്ങൾ എന്ന് പറയും പാരാമീറ്റർ എന്ന് പറയും. അതായത് ഒരു മോഡൽ ബെറ്ററായിട്ട് പഠിക്കാൻ വേണ്ടി, ഒരു കാലില്ലാത്താണെങ്കിലും, ഒരു പക്ഷിയാണെങ്കിൽ ആ പക്ഷിക്ക് ചിറകില്ലാത്ത പക്ഷിനെ വിചാരിക്കാം, അത് എക്സാമ്പിൾ ഒട്ടാപക്ഷിക്ക് ചിറയില്ല, ഒട്ടാപക്ഷി ചിറയുണ്ട് പക്ഷെ പറക്കാൻ പറ്റില്ല. ഓക്കെ, പെൻഗിന് തൂവലില്ല, പക്ഷെ പെൻഗിന് പക്ഷിയാണ്. അപ്പൊ ഈ തൂവൽ എന്ന സാധനം എന്താണ്, ഒരു ചെറിയ പ്രയോറിറ്റി മാത്രമുള്ള സാധനമാണെന്ന് മനസ്സിലാക്കി അതിനെന്ത് ചെയ്യും, അതിൽ ഇതും പക്ഷിയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അതിന്റെ വാല്യൂസിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അപ്പൊ നമ്മൾ ഒരു മെഷീൻ ലേണിംഗ് അൽഗോരിതം എന്ത് ചെയ്യുക വെച്ചാൽ അതിന്റെ വാല്യൂ, നമ്മൾ പറഞ്ഞ തൂവലിന്റെ വാല്യൂ കുറച്ചിട്ട് എന്താണോ വേണ്ട കൂടുതൽ വരയിൽ കൂട്ടിയിടുക. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് പക്ഷിയാന്ന് തെറ്റേ പറ്റും. അങ്ങനെ മോഡലിനെ ബെറ്റർ ആയിട്ട് പഠിക്കാൻ വേണ്ടി നമ്മൾ പാസ് ചെയ്യുന്ന സംബന്ധിച്ച് നമ്മൾ പറയും പാരാമീറ്റർ എന്ന് പറയും. ഓക്കെ, ഇനി ഹൈപ്പർ പാരാമീറ്റർ ഉണ്ട്, സെറ്റിംഗ്സ് ഡിഫൈൻ ബിഫോർ ട്രെയിനിങ്. അതായത് നമ്മൾ ട്രെയിനിങ്ങിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആദ്യമേ സെറ്റ് ചെയ്ത് നോക്കും. അതായത് ഇത്ര കാര്യങ്ങളൊക്കെ മാറ്റം വരാനുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യണം, ഈ സാധനങ്ങളൊക്കെ ഈ ചേഞ്ചസ് വരും. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പക്ഷിയുടെ കാര്യമാണെങ്കിൽ ഈ ചെറികളൊക്കെ ചേഞ്ച് ചെയ്യുന്ന ചാൻസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, നമ്മൾ ആദ്യമേ സെറ്റ് ചെയ്ത് ഹൈപ്പർ പാരാമീറ്റർ എന്ന് പറയാം. പിന്നെ അതിന് ജനറലൈസേഷൻ ആണ്. ഈ മോഡൽ നമ്മുടെ എന്താ പറയുക, പുതിയ നമ്മൾ ഓൾറെഡി ഇത് പഠിച്ച ഒരു നോളജ് ഉണ്ട്. അതായത് നമ്മൾ ഇതുവരെ നമ്മൾ പഠിപ്പിച്ച ട്രെയിനിങ് ഡാറ്റ വെച്ച് നമ്മൾ പഠിച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. ഈ പഠിച്ച ഡാറ്റയിൽ നിന്ന് അടുത്തൊരു ഡാറ്റ സെറ്റ് വരുമ്പോഴും ഇത് അങ്ങനെ തന്നെ ആയിരിക്കാം എന്നുള്ളത് മനസ്സിലാക്കുന്ന ജനറലൈസേഷൻ. അതായത് നമ്മൾ എക്സാമ്പിൾ നമ്മളപ്പോൾ തന്നെ നമ്മളിപ്പോൾ ഇന്ത്യയിൽ ഒരു ബസ്സൊക്കെ കയറി കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കുന്ന മെക്കാനിസം നമ്മളിപ്പോൾ ഒരു KSRTC നമ്മളിപ്പോൾ ഒരു ബസ് ഒരു സ്ഥലത്ത് പോയി, അപ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടെ നമ്മൾ പണ്ട് ഇതേ സ്ഥലത്ത് പോയിട്ട് നമ്മൾ വിചാരിക്കില്ലേ ഇവിടെ അങ്ങനെ തന്നെ ആയിരിക്കും, നമ്മൾ അങ്ങനെ തന്നെ പ്രൊസീജിയർ കീപ്പ് ചെയ്യാറ്, അതായത് ജനറലൈസ് ചെയ്യും. അതായത് നമുക്ക് ഓൾറെഡി നോളജ് വെച്ചിട്ട് പുതിയ ഡാറ്റ വന്നാലും ഇത് അങ്ങനെ ആയിരിക്കുമെന്ന് വെച്ചിട്ട് അതിനെ അങ്ങനെ തന്നെ എന്ത് ചെയ്യും, ട്രെയിൻ ചെയ്യാൻ, അതിനെ അങ്ങനെ തന്നെ ലേൺ ചെയ്യാൻ ശ്രമിക്കും. അതായത് ഉള്ള നോളജ് വെച്ചിട്ട് പുതിയ ഡാറ്റയെ വെൽക്കം ചെയ്യുന്ന അതായത് ആ പുതിയ വരുന്ന ഡാറ്റ ആണെങ്കിലും അത് ഞാൻ പഠിച്ച മെക്കാനിസം എൻ്റെ നോളജിൻ്റെ അണ്ടർ തന്നെയാണ് എന്ന് മനസ്സിലാക്കി അതിനെ കൂടെ ജനറലൈസ് ചെയ്തിട്ട് ഈ ഡാറ്റ സെറ്റിനോട് കൂടുതൽ കൂടെ ആഡ് ചെയ്യും. അത് ഈ ലേണിങ്ങിൻ്റെ കൂടുതൽ കൂടെ ഡാറ്റ കൂടെ ആഡ് ചെയ്തിട്ട് അതായത് ഇതിനെ റീപ്ലേസ് ചെയ്യാതെ, ഓൾറെഡി പഠിച്ചതിനെ റീപ്ലേസ് ചെയ്യാതെ ജനറലൈസ് ചെയ്ത് ആ ഡാറ്റ കൂടെ എടുക്കുന്ന മെക്കാനിസം പറഞ്ഞ പേരാണ് ജനറലൈസേഷൻസ്. ഓക്കെ, ഇനി വരുന്നതാണ് നിങ്ങൾ
എപ്പോക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? ഇതിനകത്തില്ല, ഞാൻ ഇതിനകത്തില്ല. എപ്പോക്ക് എന്ന് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? എപ്പോക്ക്, EPOCH. എപ്പോക്ക് എന്നൊരു ടേം കണ്ടിട്ട് അത് ആക്ച്വലി ഞാൻ ഇത് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി സ്കിപ്പ് ആയിരുന്നു. ഓക്കെ, ഇതിനകത്ത് വരുന്നതാണ് എപ്പോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എപ്പോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ EPOCH ഈ വേർഡ് ആക്ച്വലി ഓർത്തോളൂ. എപ്പോക്ക് ചില PPT വരുന്നതായിരിക്കും, പക്ഷെ ഇവിടെയാണെന്ന് പഠിക്കേണ്ടത്. ലൈക്ക് PPT ക്രിയേറ്റ് നമ്മൾ മിസ്സായി പോയിരിക്കും. സോറി. അപ്പം ഇപ്പോക്ക് എന്ന് പറഞ്ഞ ഡാറ്റ എങ്ങനെ, ഇപ്പോക്ക് എന്ന് പറഞ്ഞ ടെക്നോളജി എന്ന് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ആക്ച്വലി നമ്മുടെ മെഷീൻ ലേണിംഗ് ഉണ്ടല്ലോ, മെഷീൻ ലേണിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അൽഗോരിതംസ് ഉണ്ടല്ലോ, ഈ അൽഗോരിതമിക്കിടെ ഒരു തവണ, അതായത് ഒരു തവണ നമ്മുടെ ഡാറ്റേനെ മൊത്തത്തിൽ നമ്മൾ അതായത് ആ ഡാറ്റ ഒരു തവണ ആ അൽഗോരിതം ഫുൾ റൺ ചെയ്ത് കഴിയുന്നതിനാണ് എന്ന് പറയുന്നതാണ് ഇപ്പോക്ക് എന്ന് പറയുന്ന സാധനം പറയാം. അതായത് ഒരു തവണയെങ്കിലും നമ്മുടെ ഡാറ്റ എന്ത് ചെയ്യണം, ആ മോഡലുകളെ കയറി ഇറങ്ങിയിട്ടുണ്ടാകണം. അപ്പം അത് എത്രത്തോളം നമുക്ക് ആ ഡാറ്റ അൽഗോരിതം കയറുന്നത് അത്രത്തോളം മോഡൽ ബെറ്റർ ആവും. പക്ഷെ ഒരു തവണ ഒരു ഫുൾ റൗണ്ട് നമ്മുടെ എന്താണ് മോഡലിക്കടെ ഈ ഡാറ്റ കയറി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് ആ പറയുന്ന പേര് എപ്പോക്ക് എന്ന് പറയുന്നത്. അതായത് ഒരു തവണ നമ്മുടെ മോഡലിക്കടെ ഈ ഡാറ്റ, അത് നമ്മുടെ ഈ ഏകദേശം അൽഗോരിതംസ്, ഞാൻ അൽഗോരിതം നേരത്തെ പറഞ്ഞു, അൽഗോരിതം എന്ന് പറഞ്ഞാൽ ഡാറ്റയുടെ ഫ്ലോ ആണ്. അപ്പം ഈ ഡാറ്റയുടെ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എക്സാം പറയുകയാണെങ്കിൽ ഡാറ്റയുടെ ഫ്ലോ ഡാറ്റ എവിടെ തുടങ്ങി എവിടെ അവസാനം എന്നുള്ളതാണ്. അപ്പം നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ് ഡാറ്റ ഒരു തവണ സക്സസ് ആയിട്ട് ഈ മോഡലിക്കടെ പാസ് ചെയ്ത് പുറത്ത് വരുന്ന മെക്കാനിസം, അതായത് മൊത്തത്തിൽ കയറി ഇറങ്ങി കഴിഞ്ഞു, എൻ്റെ എൻഡ് വരെ എത്തി, സ്റ്റാർട്ട് ടു എൻഡ് എത്തി. ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ അടുക്കളയിൽ പോയി വെള്ളം കുടിച്ച് ഇവിടെ വന്നിരുന്നു, അത് ഒരു തവണ ഞാൻ വിട്ടുപോയി കഴിഞ്ഞാൽ അതിന് എപ്പോക്ക് എന്ന് പറയും. അതായത് ഒരു തവണ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എപ്പോക്ക് എന്ന് പറയും. ഓക്കെ, ആ വാക്കിനെ ജസ്റ്റ് ഓർത്ത് വെക്കാം. ഇനി വരുന്നതാണ് ഗൈസ്, ബോൾ അടിക്കുന്നുണ്ടോ നമുക്ക് വേണമെങ്കിൽ? ഓക്കെ, ഞാൻ ഇതല്ലാത്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കാം. നിങ്ങൾ ആരെങ്കിലും LLMs ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടോ? എന്താണ് LLM? LLM ഇപ്പം കോമൺ ആയിട്ട് നമ്മൾ കുറേ LLM കാണുന്നുണ്ട്. അപ്പം LLM എന്ന് പറഞ്ഞാൽ ലാർജ് ലാംഗ്വേജ് മോഡൽ സംഭവം. ഇപ്പം ഇതിനകത്ത് ഇല്ലാത്തട്ടോ, ജസ്റ്റ് കുറച്ച് ബോർഡർ കൺസെപ്റ്റ് ആണ്. നമ്മൾ ഉപയോഗിക്കുക ChatGPT LLM ആണ്, ChatGPT LLM ആണ്, അങ്ങനത്തെ കുറേ LLM ഉണ്ട്. അപ്പം കുറേ LLM മോഡൽസ് ഒക്കെ നിങ്ങൾക്ക് എത്തിയാൻ പറ്റും, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ലാമ എന്ന് പറഞ്ഞ സംഭവം മെറ്റയുടെയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ സ്വന്തം LLM ആയിട്ട്, എനിക്ക് തോന്നുന്ന ഒരു 7-8 GB ഒക്കെ റോം ഉള്ളവർക്കൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കാൻ നോക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോൾ നിങ്ങൾ നാളെ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് റാഗാണ്. അപ്പോൾ നാളത്തെ ടോപ്പിക്ക് കഴിയുമ്പോൾ നിങ്ങൾക്ക് റിട്രീവൽ ഓഗ്മെന്റ് ജനറേഷനാണ്. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റാൻ പറ്റില്ല. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കുറേ ടേംസുകൾ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. ഈ ടേമൊക്കെ വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ നിങ്ങളുടെ സ്വന്തം അല്ലല്ലോ, നിങ്ങളുടെ സ്വന്തം ChatGPT മോഡൽ നിങ്ങൾക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഈ ഒരു കൺസെപ്റ്റിൽ ഇങ്ങനെ പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് ബോർഡിക്കും, നിങ്ങൾ എന്ത് ചെയ്യാം, അങ്ങനെ സാധനങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ LLMന്റെ കൺസെപ്റ്റിലൊക്കെ വരുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ കുറേ വേർഡ്സ് എപ്പോഴൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ആക്ച്വലി അത് ഞാൻ നിങ്ങൾക്ക് ഇതൊന്നും അറിയാണ്ട് നിങ്ങൾക്ക് APIs ഒക്കെ വെച്ച് കണക്ട് ചെയ്യാൻ പറ്റും. ബട്ട് സ്റ്റിൽ ഇതൊക്കെ അറിഞ്ഞ് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അങ്ങോട്ട് നമ്മൾ അങ്ങനെ വലിയ കൺസെപ്റ്റ് ഒന്നുമല്ല, അക്യുറസി. എന്തായിരിക്കും അക്യുറസി? അക്യുറസി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ആൻസർ എത്രത്തോളം കറക്റ്റ് ആണെന്നുള്ളൊരു. യെസ്, പക്ഷെ നമ്മൾ എൻ്റെ കാര്യത്തിൽ എത്ര ആൻസർ കറക്റ്റ് ആക്കി എന്നുള്ളതാണ് അക്യുറസി. അതായത് കുറേ ആൻസേഴ്സ് ഉണ്ടോ, അതായത് ആക്ച്വലി പറഞ്ഞാൽ നമ്മൾ ചോദിച്ച ചോദ്യവും നമുക്ക് തന്ന കുറേ ആൻസേഴ്സ് ഉണ്ട്. ഈ അക്യുറസി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക വെച്ചാൽ 2 AI ഉപയോഗിക്കുന്ന കുറേ സംഭവങ്ങളുണ്ട്. എക്സാമ്പിൾ ആണ് ഈ ഫേസ് സ്വാപ്പിംഗ് ഇല്ലേ, നമുക്ക് പണ്ട് കുറച്ചായിട്ട് വിവാദമായിട്ടൊക്കെ ഇടുന്ന നമ്മുടെ രശ്മികയുടെ ഒക്കെ ഫോട്ടോ സ്വാപ്പ് ചെയ്തിട്ട് പ്രശ്നമായ സംഭവം. ഫേസ് സ്വാപ്പിംഗ് ഉപയോഗിക്കുമ്പോൾ 2 AI ഉപയോഗിക്കാം, സിംഗിൾ AI അല്ല 2 AI ഉപയോഗിക്കാം. 2 AI എങ്ങനെ ഉപയോഗിക്കുക വെച്ച് കഴിഞ്ഞാൽ ഒരു AI നമ്മുടെ രശ്മികയുടെ ഫേസ് ഈ പറഞ്ഞ ഫേസിലേക്ക് ആക്കാൻ, അല്ലെങ്കിൽ മറ്റൊരാളുടെ ഫേസ് രശ്മികയുടെ ഫേസ് ആക്കാനുള്ള ഒരു അൽഗോരിതം ഉണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും, അത് മാറ്റും. അതിൽ കുറെ നോയ്സസ് എന്ന് പറയും. അതായത് ഈ ഫേസ് ഒക്കെ മാറ്റുമ്പോൾ നോയ്സസ് ആഡ് ചെയ്യാം. നോയ്സ് ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ആ മറ്റേ ഫേസിലേക്ക് അതിന് കുറെ എത്തിക്കും. എത്തിച്ച് കഴിയുമ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ എത്തിച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഈ രണ്ടാമത്തെ AI ഉണ്ടല്ലോ, രണ്ടാമത്തെ AI കൊടുക്കും. രണ്ടാമത്തെ എന്ത് ചെയ്യും, രശ്മികയുടെ ഫേസും ഈ ജനറേറ്റ് ചെയ്ത ഫേസ് നമ്മൾ കമ്പയർ ചെയ്യും. എത്രത്തോളം സാമ്യതയുള്ളത്, എത്രത്തോളം അക്യുറേറ്റ് ആണ് നോക്കും. ഈ അക്യുറേറ്റ് ആണെന്ന് വെച്ചിട്ട് എന്ത് ചെയ്യും, ഈ അൽഗോരിതം പറയാം തെറ്റാണ്, പോരാ, കുറച്ചും കൂടെ അക്യുറേറ്റ് ആവുകയാണ്. അപ്പൊ എന്താ, വീണ്ടും മറ്റേ അൽഗോരിതം ഈ നോയ്സ് ആഡ് ചെയ്യാതെ തന്നെ വീണ്ടും നോയ്സ് ആഡ് ചെയ്യും, ഇത് കുറച്ചും കൂടെ ബെറ്റർ ആക്കും. എന്നിട്ട് വീണ്ടും ഈ AI കൊടുക്കും. അപ്പൊ എന്ത് ചെയ്യും, ഇത് അക്യുറേറ്റ് ആണോ ചെക്ക് ചെയ്യും. അങ്ങനെ ഒരു 80-85% അക്യുറേറ്റ് ആയ ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇത് ഫൈനലായിട്ട് ഔട്ട് പോകുള്ളൂ. ഇവിടെ വർക്ക് ചെയ്യാം 2 അൽഗോരിതമാണ്. ഒന്നെന്തിനാണ്, ഇമേജിനെ സ്വാപ്പ് ചെയ്യാൻ വേണ്ടിയും, രണ്ടാമത്തത് എന്തിനായിരിക്കും, ഈ അക്യുറസി അല്ലെങ്കിൽ അക്യുറേറ്റ് ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടി. അപ്പൊ അക്യുറസി ശരിക്കും പറഞ്ഞാൽ AIന്റെ കാര്യത്തിൽ വല്ലാണ്ട് വേണം, നമ്മുടെ കാര്യത്തിൽ ഇല്ലെങ്കിൽ പ്രശ്നമല്ല. ഇപ്പൊ ഞാൻ പറയുന്ന കണ്ടന്റുകൾ, ഇപ്പൊ ഞാൻ പറഞ്ഞ എത്രയോ ശരിയാണെന്നുള്ളത് ഞാൻ കുറെ റിസർച്ച് ചെയ്തുകൊണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ലൈക്ക് സ്റ്റിൽ നിങ്ങൾ വിശ്വസിക്കണം നിർബന്ധമൊന്നുമില്ല. എന്റെ കണ്ടന്റ് ഇവിടെ നിങ്ങൾ വാലിഡേറ്റ് ചെയ്യുന്നില്ല, ബട്ട് നിങ്ങൾക്ക് ഇവിടെ വാലിഡേറ്റ് ചെയ്യാം നിങ്ങൾക്ക്. പക്ഷെ ഞാനത് പറയണം, മനുഷ്യൻ അങ്ങനെയാണ്, മനുഷ്യൻ അക്യുറേറ്റ് ഒന്നും പ്രശ്നമില്ല. അപ്പം എനിക്ക് എന്തും പറയാം, എനിക്ക് പറയാം ഞാൻ 2005 ഫുട്ബോൾ കളിച്ചെന്ന് പറയാം, നിങ്ങൾ ചെക്ക് ചെയ്യാൻ ഓപ്ഷൻസ് ഇല്ല. പക്ഷെ ഏടെ പ്രശ്നം വെച്ചാൽ
ഇത് ഹ്യൂമനെ പോലെയല്ല, ഇതിന് അക്യുറേറ്റ് ആയിരുന്നേ പറ്റൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒന്നാമത് കാര്യം ഹ്യൂമനെ പോലെ ചിന്തിക്കുന്ന അങ്ങനെയല്ല, നമുക്ക് പറഞ്ഞ് വിശ്വസിപ്പിക്കാനുള്ള മെക്കാനിസംസ് എനിക്ക് വളരെ കുറവാണ്. അങ്ങനെ ഹ്യൂമനെ പോലെ കോൺഷ്യസ് ആയുള്ള ഒരു സിസ്റ്റം നിർമ്മിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഡാറ്റാസ് വരും. അപ്പോൾ അക്യുറേറ്റ് ആവുക എന്നുള്ളത് എക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും, അതിന്റെ അക്യുറസി അവരെപ്പോഴും നോട്ട് ചെയ്യും. അത് എത്രത്തോളം അക്യുറേറ്റ് ആണ് കൊടുത്ത ആൻസേഴ്സ് എന്നുള്ളത് എപ്പോഴും ചെക്ക് ചെയ്ത് വിളിക്കും. അതിനാണ് എന്താ പറയുക, അക്യുറസി എന്ന് പറയാം. അപ്പൊ അത് കൂടുന്തോറും നമ്മുടെ ബെറ്റർ മോഡലായെന്ന് അർത്ഥം. പിന്നെ പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ലേൺ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന സമയത്ത് എത്രത്തോളം, അതായത് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിഷൻസ് യെസ് നോ എന്ന രീതിയിലാണ് പറയാം. അതായത് അങ്ങനെയാണ് വിചാരിക്കുക. അപ്പൊ എത്രത്തോളം തവണ എത്രത്തോളം റൈറ്റ് ആയി, എത്രത്തോളം തവണ നമ്മുടെ മിഷൻസ് അതിനെ എത്രത്തോളം ഡാറ്റാസ് നമുക്ക് പ്രിസൈസ് ആയിട്ട് കിട്ടി, അതായത് പ്രഡിക്ഷൻസിൽ എത്രത്തോളം ഡാറ്റാസ് കറക്റ്റ് ആയിട്ട് കിട്ടി എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് പ്രിസിഷൻസ് എന്ന് പറഞ്ഞത്. അത് ആക്ച്വലി എന്ന് പറഞ്ഞാൽ അതായത് എങ്ങനെയാണ് മോഡൽസ് കറക്റ്റ് നോ എന്ന് പറയുന്നത്, പ്രിസൈസ് ആയിട്ട് എത്രത്തോളം കറക്റ്റ് അല്ലെങ്കിൽ എസ് അല്ലെങ്കിൽ നോ പറയുന്നുണ്ട്. ഹലോ, അപ്പോൾ എത്രത്തോളം ആണ് മിഷൻസ് അല്ലെങ്കിൽ മോഡല് എസ് പറഞ്ഞിട്ടുള്ളത്, എങ്ങനെയാണ് മിഷൻസ് എസ് പറയുന്നത്, എത്രത്തോളം പറയുന്നുണ്ട് എന്നുള്ള ഒരു പാറ്റേൺ ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് പ്രിസിഷൻ. അതായത് എത്രത്തോളം ശരിയാണ് ഇത് പറയുന്നത്. അക്യുറേറ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ നമ്മൾ പറയുന്ന എത്രത്തോളം കറക്റ്റ് ആണെന്നുള്ളതാണ്, എത്രത്തോളം ശരിയാക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രിസിഷൻ എന്നുള്ള വർക്ക് ചെയ്യുക. പിന്നെ ഇത് സംഭവമാണ് റീകോൾ എന്ന് പറയും. ഓക്കെ, അതായത് ശരിക്കും എത്രത്തോളം ആൻസേഴ്സ് ശരിയായിട്ടുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ അക്യുറേസി ആണെങ്കിൽ പൊസിഷൻ ആണെങ്കിൽ ഇതൊക്കെ പറയുന്നതാണ്. ബട്ട് എത്രത്തോളം റീകോൾ ചെയ്യുന്ന വെച്ചാൽ എത്രത്തോളം മോഡല് നമ്മുടെ കൊടുത്ത ക്വസ്റ്റ്യൻ, നമ്മൾ കൊടുത്ത ഡാറ്റയിൽ നിന്ന് എത്രത്തോളം മോഡല് അതായത് എന്ത് ചെയ്തിട്ടുണ്ട്, പോസിറ്റീവായ, അത് എസ് ഓ നോ ആവാം, പോസിറ്റീവായ ആൻസേഴ്സ്, അതായത് ലൈക്ക് അതായത് എസ് ഓ എന്ന് പറഞ്ഞാൽ അല്ലാത്ത നോ എന്ന് പറയും. ശരിക്കും എല്ലാത്തിനും എസ് എന്നാ പറയാ, കാരണം അല്ലാത്തതാണെങ്കിൽ അവിടെ ഡാറ്റ ഇല്ലാന്ന രീതിയിലാണ് പറയാം. അപ്പോൾ ശരിക്കും തന്നിട്ടുള്ള റിയൽ എസ്സിന്ന് എത്രത്തോളം മോഡല് എന്ത് ചെയ്തു, മോഡൽ കണ്ടിട്ട് എത്രയുണ്ട്, അത് എത്രത്തോളം മോഡല് ആ പോസിറ്റീവിനെ ലൈക്ക് എത്ര വൃത്തിക്കാണ് മോഡൽ അതിനെ പെർഫോം ചെയ്യാന്നുള്ളതാണ് റീകോൾ എന്ന് പറയുന്നത്. അതായത് മോഡൽ എങ്ങനെയാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് റീകോൾ. ഈ അക്യുറസി ആണെങ്കിലും പ്രിസിഷൻ ആണെങ്കിലും ഒക്കെ തരുന്നതൊക്കെ ശരിക്കും മോഡൽ എത്രത്തോളം ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്തു എന്നുള്ളത്, എത്രത്തോളം പോസിറ്റീവായിട്ട് പെർഫോം ചെയ്തു എന്നുള്ളതാണ് ഈ റീകോൾ എന്ന് പറഞ്ഞ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ എന്തിനാണ് പഠിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ ടേംസ് ആണ് നമ്മൾ ഒരു എ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. എത്രത്തോളം അക്യുറേറ്റ് ആണ്, എത്രത്തോളം പ്രിസിഷൻ ഉണ്ട്, റീകോൾ എത്രത്തോളം വരുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, നിങ്ങൾ അത് ഒരിക്കലും മറക്കരുത്. ലൈക്ക് നമ്മളൊരു മിഷൻ ഉണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സംഭവങ്ങൾ ഇതാണ്. ഓക്കെ, പിന്നെ അതായതാണ് ലോസ് ഫംഗ്ഷൻ. അതായത് നേരത്തെ പറഞ്ഞ നേരെ ഓപ്പോസിറ്റ് ആണ്. എന്ന് വെച്ചാൽ നമ്പർ എത്രത്തോളം മോഡൽ റോങ് ആയിട്ടുണ്ട്, എത്രത്തോളം മോഡല് നമ്മൾ കൊടുത്ത ഡാറ്റയിൽ നിന്ന് കറക്റ്റ് അല്ലാത്ത ആൻസേഴ്സ് തന്നിട്ടുണ്ട് എന്നുള്ളതാണ് ലോസ് ഫംഗ്ഷൻസ്. ഇത് കൗണ്ട് കുറയും തോറും എന്താണ്, ഇത് കൗണ്ട് കുറയും തോറും മിഷൻസ് ടോപ്പായി മാറുക. അക്യുറേറ്റ് ആയിട്ടും പ്രിസിഷൻസും റീകോളും കൂടിയാൽ നല്ല പെർഫോമൻസും നല്ല സിസ്റ്റവും, എന്നാൽ ലോസ് ഫംഗ്ഷൻ കൂടിയാൽ സിസ്റ്റം മോശമാവുക ചെയ്യുക. ലോസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എത്രയും ഡാറ്റ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്, എത്രയും ഡാറ്റ നമുക്ക് മര്യാദയ്ക്ക് തരുന്നില്ല എന്നൊക്കെ ഉള്ളതാണ് ലോസ് ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്മോളർ നമ്പർ മീൻസ് ബെറ്റർ ലേണിംഗ്, അതായത് സിസ്റ്റം ബെറ്റർ ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്പർ സ്മോളർ ആയിരിക്കും. ഓക്കെ, ഇനി വരുന്നതാണ് ഓവർ ഫിറ്റിംഗ് എന്ന് പറയും. ഓവർ ഫിറ്റിംഗ്സ് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഡാറ്റാസ് ഒക്കെ ഭയങ്കരമായിട്ട് പഠിച്ചു, കുറേ ഡാറ്റാസ് പഠിച്ചു, എന്നിട്ടും മിസ്റ്റേക്സ് വരുത്തുക. ഇത് ആക്ച്വലി നമുക്കൊക്കെ പറ്റുന്നത്. നമ്മൾ കുറേ സാധനങ്ങൾ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ പഠിക്കും. ഇനിയിപ്പോൾ നമ്മുടെ ഒരു റീസെന്റ് ആയിട്ട് ഒരു റിസർച്ചിൽ ഞാൻ കണ്ടതാണ്, നമ്മുടെ ChatGPT പോലുള്ള മോഡലുകൾ അനുഭവിക്കാൻ പോകുന്ന ഒരു പ്രശ്നമാണ് ഈ ഓവർ ഫിറ്റിംഗ് എന്ന് പറഞ്ഞ മോഡൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ChatGPT കണ്ടന്റുകൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പുറത്തുനിന്നുള്ള എല്ലാം ഇങ്ങനെ പുറത്തുള്ള ഡാറ്റാസ് എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ ആലോചിച്ചോ, ഒരു പരിധി ഇപ്പം നമ്മുടെ ഇത് ChatGPT പഠിച്ച കുറെ കണ്ടന്റുകൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ കമന്റുകൾ, നമ്മുടെ ലിങ്ക്ഡിലെ പോസ്റ്റുകളൊക്കെ പഠിച്ചാൽ, ഇപ്പം ലിങ്ക്ഡിലെ പോസ്റ്റുകളായാലും ഇൻസ്റ്റാഗ്രാമിലെ കമന്റുകളായാലും നമ്മൾ കൂടുതൽ പോസ്റ്റ് ചെയ്യുക എവിടുന്നായിരിക്കും, നമ്മുടെ ChatGPT ഉപയോഗിച്ച കണ്ടന്റുകളായിരിക്കും. അപ്പം ChatGPT ഉപയോഗിച്ച കണ്ടന്റുകൾ തന്നെ വരുമ്പോൾ ChatGPT കുറെ മിസ്റ്റേക്സുകൾ ChatGPT വരുത്തിയിട്ടുണ്ട്, കുറെ മിസ്റ്റേക്കുകൾ ChatGPT ഭാഗത്ത് സംഭവിച്ചു. ആ മിസ്റ്റേക്കുകൾ ChatGPT ഓൾറെഡി പഠിക്കും. അപ്പം എന്ത് ചെയ്യും, ChatGPT കുറെ കണ്ടന്റുകൾ പഠിക്കും. ഓവർ ഫിറ്റിംഗ് ആകും. ഈ ഓവർ ഫിറ്റിംഗ് ആകുമ്പോൾ എന്ത് ചെയ്യും,
പുതിയ ഡാറ്റ വരുന്ന സമയത്ത് ChatGPTക്ക് മനസ്സിലാവില്ല ഇത് എന്താ പഠിക്കേണ്ടത്, ഇതിന് എന്താ ചെയ്യേണ്ടത്, കുറെ സാധനങ്ങൾ കൺഫ്യൂഷൻസ് ആയിട്ട് ഈ മോഡൽ കൊളാപ്സ് ആവുന്ന ചാൻസ് കൂടുതലാണ്. ഓവർ ഫിറ്റിംഗ് ഈസ് മേ ലീഡ്സ് ടു മോഡൽ കൊളാപ്സ്. അതായത് മോഡൽ കൊളാപ്സ് ആവുന്ന ചാൻസുകൾ വളരെ കൂടുതലായിട്ട് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ഓവർ ഫിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡാറ്റാസ് മൊത്തം നല്ലോണം പഠിച്ചു, നല്ലോണം കറക്റ്റായിട്ട് പക്ഷെ എന്താ ചെയ്യാം, ഒരു പുതിയ ഡാറ്റ വരുന്ന സമയത്ത് ഇതിന് മര്യാദയ്ക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇത് കറക്റ്റായിട്ട് ഇറ്റ് ഹസ് ബാഡ്ലി ഓൺ ന്യൂ ഡാറ്റ. അതായത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ പുതിയ ഡാറ്റ വന്നു കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് പഠിച്ചെടുക്കാനോ അതിന് കൃത്യമായിട്ട് അതിനെ പ്രോസസ് ചെയ്യാനോ പറ്റുന്നില്ല. അപ്പം ഈ മിസ്റ്റേക്സുകൾ കൂടാൻ കാരണം ഈ എന്താ ഓവർ ഫിറ്റിംഗ് എന്നുള്ള സെനാരിയോ ആണ്. ഇനി അണ്ടർ ഫിറ്റിംഗ്സ് ഉണ്ട്. അതായത് നമ്മൾ കൊടുത്തു കുറേ ഡാറ്റ കൊടുത്തു, പക്ഷെ ഈ മോഡൽ എന്ത് ചെയ്തില്ല, ഇതിൽ നിന്ന് കുറച്ച് കാര്യങ്ങളെ പഠിച്ചുള്ളൂ. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾക്ക് എക്സാമിന് പോകുന്ന രീതി, നമ്മളൊക്കെ എക്സാമിന് പോകുമ്പോൾ എന്താ ചെയ്യുക, നമുക്ക് പഠിക്കാണ്ട് കേട്ടിട്ടുണ്ടാവും, പക്ഷെ നമ്മളൊന്നും പഠിക്കാണ്ട് പോകും. അതായത് അണ്ടർ ഫിറ്റിംഗ് ആയിട്ടാണ് പോവുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ സാധനങ്ങൾ പഠിക്കാതെ കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ചെടുക്കാവുന്ന രീതിയിൽ ഡാറ്റ മൊത്തം നമ്മൾ ട്രെയിൻ ചെയ്തിട്ടുണ്ടോ, പക്ഷെ ട്രെയിൻ ചെയ്ത ഡാറ്റയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യില്ല, അതായത് സിലബസ് മൊത്തം നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ നമുക്ക് കിട്ടിയുള്ള ഡാറ്റാസ് വളരെ കുറച്ചായിരിക്കും. അത് മേ ബി ട്രെയിനിങ്ങിന് ഇഷ്യൂ ആയിരിക്കാം, ട്രെയിൻ ചെയ്യുന്ന സമയത്തുള്ള ഇഷ്യൂ ആയിരിക്കാം, ചിലപ്പോൾ നമ്മുടെ കപ്പാസിറ്റി കുറവുണ്ടായിരിക്കാം, നമ്മുടെ സ്കൂളിൽ സംഭവിക്കുന്ന സെയിം മെക്കാനിസം. പക്ഷെ ഈ മെക്കാനിസം മെഷീൻസിന് സംഭവിക്കും. അതായത് നമ്മൾ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് മൊത്തം ഡാറ്റ പഠിച്ചെടുക്കാതെ അതിൽ നിന്ന് ആ ട്രെയിൻ ചെയ്ത വളരെ കുറച്ച് സെനാരിയോസും വളരെ കുറച്ച് ഡാറ്റാസും മാത്രം പഠിച്ചെടുക്കുക. അതായത് ആ ഡാറ്റയിൽ നിന്ന് കിട്ടുന്ന നോളജിനെ വളരെ ചുരുക്കം നോളജ് മാത്രം കവർ ചെയ്തെടുക്കുന്ന മെത്തേഡിനെ പറയുന്നത് അണ്ടർ ഫിറ്റിംഗ്. അണ്ടർ ഫിറ്റിംഗ് ആകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രഡിക്ഷൻസ് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും, കൂടുതൽ എറേഴ്സ് അതിനകത്ത് വരാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ്. അപ്പൊ എന്ത് ചെയ്യും, അണ്ടർ ഫിറ്റിംഗ് സംഭവിച്ചാലും ഓവർ ഫിറ്റിംഗ് സംഭവിച്ചാലും മെഷീൻസിന് ബാഡ് ആണ്. അപ്പൊ നമ്മള് സെയിം നമ്മുടെ മനുഷ്യർ സെയിം കൺസെപ്റ്റ് ആണ്. ഓവറായിട്ട് പഠിച്ചാലും കുറൊന്നും പഠിച്ചില്ലെങ്കിലും ഭയങ്കര മിസ്റ്റേക്ക് ആണ്. ആക്ച്വലി ആ ഒരു കൃത്യമുള്ള ഒരു പോയിന്റ് നിൽക്കുക എന്നുള്ളതാണ് ആക്ച്വലി മെഷീൻസിന്റെ മനുഷ്യന്റെ സെയിം. ഞാൻ ഇപ്പോഴും പറയാം നാച്ചുറലായിട്ട് സിങ്ക് ആണ്. അപ്പൊ എന്ത് ചെയ്യുക, നമ്മളായാലും മെഷീൻസ് ആയാലും ആ ഒരു പോയിന്റ് നിൽക്കുക എന്നുള്ളതാണ് കറക്റ്റ് സംഭവം. അപ്പൊ എന്ത് ചെയ്യുക, ഫിറ്റ് ആയിട്ട് നിൽക്കുക, ഓവർ ഫിറ്റ് ആയിട്ടോ അണ്ടർ ഫിറ്റ് ആയിട്ടോ നിൽക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് മെഷീൻസിന്റെ ആവശ്യം. ഓക്കെ ഓക്കെ ഗൈസ്. ഓക്കെ, ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ന്യൂറൽ പറഞ്ഞിരുന്നല്ലേ. ഓക്കെ, അവിടെ പറഞ്ഞിരുന്നു ANN പറഞ്ഞിരുന്നു, നെറ്റ്വർക്ക് ഇന്റർകണക്റ്റഡ് നോട്ട്സ് ആൻഡ് ന്യൂറൽസ്. ഞാൻ ഹ്യൂമന്റെ ബ്രെയിൻ പോലെ വർക്ക് ചെയ്യുന്ന സംഭവമാണ് ANN എന്ന് പറഞ്ഞ സംഭവം. അപ്പൊ നേരത്തെ ഞാൻ ഓൾറെഡി ടോപ്പിക് കവർ ചെയ്തതാണ്. അപ്പോ ഒന്നുമില്ല, ഹ്യൂമന്റെ ബ്രെയിൻ പോലെ തന്നെ ഒരു സ്മോൾ ബ്രെയിൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് കൊണ്ട് ഉപയോഗിക്കുന്നത്. ഓൾറെഡി ഞാൻ കവർ അപ്പ് ചെയ്താണ്, ജസ്റ്റ് അതിലേക്ക് പോകുന്നില്ല. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വരുന്ന ബാക്ക് പ്രൊപ്പഗേഷൻ ആണ്. ഇത് ആക്ച്വലി നമ്മളിപ്പോ ഒരു ടീമായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം വെച്ചാൽ നമ്മളൊരു വർക്ക് ചെയ്ത് നമ്മൾ കുറെ സാധനങ്ങൾ ആലോചിച്ച് നമ്മൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യില്ല, നമുക്ക് ചിലപ്പോൾ എവിടെയൊക്കെ പാളിപ്പോയിട്ട് നമുക്ക് പിന്നെ ഒന്നും ഇല്ലാത്ത അവസ്ഥ നിർത്തിയിട്ടൊക്കെ പോകാം. ഇത് നമ്മുടെ നാളേക്ക് day 1 എന്ന് പറഞ്ഞ സംഭവമില്ലേ, അതാണ് ആക്ച്വലി ബാക്ക് പ്രൊപ്പഗേഷൻ. അതായത് ഒരു സംഭവം, അതായത് ഇപ്പൊ എക്സാം അറിയുകയാണെങ്കിൽ നമ്മുടെ മെഷീൻസ് എന്തോ ഒരു സാധനം പഠിക്കാൻ ഫെയിൽ ആയിപ്പോയി, അല്ലെങ്കിൽ കൃത്യമായിട്ട് ആൻസർ തന്നില്ല, അതായത് മോഡൽ റോങ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ആ സമയത്ത് ബാക്കോട്ട് പോയിട്ട്, അതായത് ബാക്കോട്ട് പോയെന്ന് കാണിച്ചു കഴിഞ്ഞാൽ മെഷീൻസിനെ ട്രെയിൻ ചെയ്ത ആദ്യം ആ സ്റ്റെപ്പ് ഉണ്ടല്ലോ, ആ സ്റ്റെപ്പ് നമ്മൾ ബാക്കോട്ട് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആദ്യം ഒന്നും കൂടെ നമ്മുടെ മോഡലിനെ ഫിക്സ് ചെയ്യും. അതായത് ആക്ച്വലി ബാക്ക് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്തെങ്കിലും റോങ് ആയിട്ട് ആൻസർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കുറച്ചും കൂടെ ബാക്കോട്ട്, എവിടെ നിന്നാണ് റോങ് ആയത് അവിടെ പോയിട്ട് സിസ്റ്റത്തിന് ഒന്നും കൂടെ കറക്റ്റ് ചെയ്യും. അവരെയാണ് ബാക്ക് പ്രൊപ്പഗേഷൻ എന്ന് പറയാം. ഇത് ആക്ച്വലി എന്ത് വെച്ചാൽ ഇമ്പ്രൂവ് ചെയ്യിക്കാൻ വേണ്ടി, അതായത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഹസ്കി ഉണ്ടല്ലോ, ഹസ്കിയിൽ മഞ്ഞിനാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുത്തത്. അപ്പൊ എന്ത് ചെയ്യും, ഈ മഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ പട്ടി കാണാൻ തിരിച്ചറിയുള്ളൂ, അതിന് പ്രയോറിറ്റി കൂടുതൽ കൊടുക്കുന്ന മെഷീൻ അൽഗോരിതം തെറ്റിച്ചാണ്. അപ്പൊ എന്ത് ചെയ്യും, എവിടെ നിന്നാണോ ആ ഒരു മഞ്ഞ് കയറി വന്നത് അവിടെ പോയിട്ട് എന്ത് ചെയ്യും, അതിനെ ഫിക്സ് ചെയ്യും, എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യും, അതിന് ഇമ്പ്രൂവ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും, അത് ബെറ്റർ സിസ്റ്റമാണ് വീണ്ടും വീണ്ടും ആക്ട് ചെയ്യും. അതായത് അതിന് ഈ സിസ്റ്റം ബെറ്റർ ആവാൻ വേണ്ടി എവിടെയാണോ റോങ് ചെയ്ത് അവിടെ നമ്മൾ ഫിക്സ് ചെയ്തതിന് ഒരു ആക്ച്വലി മെത്തേഡ് എന്തിനാണ്, നമ്മുടെ മോഡൽ റോങ് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ അതിനെ ഫിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് നമ്മള് സോറി ഇത് ഇവിടെ ഉപയോഗിക്കുക വെയിറ്റേജ് എന്ന് പറയുന്നത്. വെയിറ്റേജ് ആണ് അവിടെ ഉപയോഗിക്കുക. നേരത്തെ ഞാൻ പറഞ്ഞ പോയിന്റ് സിസ്റ്റം അല്ല, മാർക്ക് അല്ല, വെയിറ്റേജ് ആണ്. അതിന്റെ ഭാഗത്ത് നിന്നൊരു കമ്പ്യൂട്ടർ മിസ്റ്റേക്ക് ആണ്, വെയിറ്റേജ് ആണ് ഉപയോഗിക്കുക. ആ വെയിറ്റ്സ് എന്ത് ചെയ്യും, അപ്ഡേറ്റ് ചെയ്യും. അതായത് നേരത്തെ പറഞ്ഞ 20 ഉള്ള വെയിറ്റിൽ നേരത്തെ ഞാൻ പറഞ്ഞു നമ്മുടെ ആ മഞ്ഞിന് കൂടുതൽ വെയിറ്റേജ് കൊടുത്താൽ മെഷീൻസ് ലേണിംഗ് അൽഗോരിതം അതിന് പകരം എന്ത് ചെയ്യും, മഞ്ഞിന്റെ ആ വെയിറ്റേജ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, കൂടുതലായിട്ട് എന്ത് കൊടുക്കും,
വെയിറ്റേജ് കൊടുക്കും, വേറെ എന്തിനാണോ കൂടുതൽ വെയിറ്റേജ് ആവശ്യം വരുന്നത് അതിന് കൂടുതൽ വെയിറ്റേജ് കൊടുക്കും. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, അത് ഒന്ന് ഫിക്സ് ആവും. അങ്ങനെ അതായത് ഓരോ തവണ തെറ്റുവരുത്തുമ്പോഴും സിസ്റ്റങ്ങൾ പറഞ്ഞു കൊടുക്കും, ഈ തെറ്റാണ് മോനെ, ഇങ്ങനെയല്ല പോകേണ്ടത്, നമ്മൾ തിരുത്തണം എന്ന് പറഞ്ഞിട്ട് തിരുത്തി പറഞ്ഞു കൊടുക്കും. അപ്പൊ സിസ്റ്റം എന്ത് ചെയ്യും, ബെറ്റർ ആയിട്ട് അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും അത് തിരുത്തുകയും അത് മാറ്റം വരുത്തുകയും അതിനെ ഫിക്സ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ്, ഇതാണ് ബാക്ക് പ്രൊപ്പഗേഷൻ. ഓക്കെ, ഇനി ആക്റ്റീവ് ഫങ്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ ന്യൂറൽ നെറ്റ്വർക്കിന്റെ ഉള്ളിൽ നിന്ന് ഡിസിഷൻസ് മേക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതായത് സ്മാർട്ട് തിങ്കിങ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ന്യൂറൽ നെറ്റ്വർക്കിന്റെ ഉള്ളിൽ കുറച്ച് സ്മാർട്ട് തിങ്കിങ് ഉണ്ട്. അതായത് ഒരു മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ കുറച്ചും കൂടെ സ്മാർട്ടായുള്ള തിങ്കിങ് കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്താണ് ആക്ടിവേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ന്യൂറൽ നെറ്റ്വർക്കിന്റെ ഉള്ളിൽ ഇത് വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ എന്ത് ചെയ്യും, നമ്മുടെ മോഡൽസിന് എന്ത് ചെയ്യും, ന്യൂറൽ നെറ്റ്വർക്കിന്റെ ഉള്ളിൽ നിന്ന് കൃത്യമായിട്ട് ഒരു സ്മാർട്ട് തിങ്കിങ് മൂലം, അതായത് എങ്ങനെയാണ് ഇപ്പൊ മനുഷ്യൻ ചിന്തിക്കുന്ന ഒരു മെക്കാനിസം വെച്ചിട്ട് എങ്ങനെ നമുക്ക് കൃത്യമായിട്ട് മോഡൽ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യണം എന്നുള്ള സിസ്റ്റമാണ് ആക്ടിവേഷൻ ഫംഗ്ഷൻ. ഇത് ന്യൂറൽ നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട സാധനമാണ്. അപ്പൊ ന്യൂറൽ നെറ്റ്വർക്കിൽ എന്ത് ചെയ്യുക വെച്ചാൽ നമുക്ക് കൃത്യമായിട്ട് ഒരു ഹ്യൂമന്റെ ബ്രെയിൻ പോലെ ചിന്തിക്കാൻ വേണ്ടി എഴുതുന്ന ഒരു മെക്കാനിസമാണ് ആക്ച്വലി എന്ത് ആക്ടിവേഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. പിന്നെ അടുത്ത ടോപ്പിക്കാണ് ഇൻഫറൻസ്. ഇവിടെ നേരത്തെ കഴിഞ്ഞ ടോപ്പിക് ഇവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, നേരത്തെ ഞാൻ നിങ്ങൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. എപ്പോക്ക് എന്ന് പറഞ്ഞ ഒരു സംഭവം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അതായത് വൺ കംപ്ലീറ്റ് പാസ് ഹോൾ ട്രെയിനിങ് ഡാറ്റ സെറ്റ്. അതായത് നമ്മൾ പറയുന്ന അതായത് നമ്മുടെ ഒരു ഡാറ്റ നമ്മുടെ കംപ്ലീറ്റ് അൽഗോരിതത്തിലൂടെ കടന്നു പോകുന്ന മെക്കാനിസം എന്ന് പറയുക എപ്പോക്ക് എന്നാ പറയാ. അത് ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ് നിങ്ങൾക്ക്. ഓക്കെ, ഈ ടോപ്പിക്കുകളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. NLP, NLG, മെഷീൻ ട്രാൻസ്ലേഷൻ, എൻറ്റിറ്റി അനോട്ടേഷൻസ്, ഇമേജ് റെക്കഗ്നിഷൻ, ഇന്റന്റ്. ഇതിൽ NLP എന്താ എല്ലാവർക്കും അറിയില്ല. NLPയുടെ ഫുൾ ഫോം ഒക്കെ എല്ലാവർക്കും അറിയില്ലേ? നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസിംഗ്. NLG എന്താണെന്ന് അറിയോ? NLG കേട്ടുണ്ടോ? നാച്ചുറൽ ലാംഗ്വേജ് ജനറേഷൻ. യെസ്, കറക്റ്റ്. ഓക്കെ, അപ്പം NLP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നത്തിങ് ബട്ട് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസിംഗ് ആണ്. ഒന്നുമില്ല, ശരിക്കും പറഞ്ഞ ഒരു എന്താ പറയാ, വല്ലാത്തൊരു കണ്ടുപിടുത്തത്തിലൊരു മെത്തഡാണ് NLP എന്ന് പറയുന്ന സംഭവം. അതായത് നാച്ചുറൽ, നമ്മളിപ്പം നമുക്ക് ഈ റിട്ടേൺ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഈസി ആയിട്ട് ഇത് ആക്ട് ചെയ്തിരുന്നു. പക്ഷെ നാച്ചുറൽ ലാംഗ്വേജിനെ പിടിക്കുക എന്നുള്ളതായിരുന്നു മെഷീൻസിന് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്. കാരണം വെച്ചാൽ ഓരോ മനുഷ്യൻ സംസാരിക്കുന്ന സ്ലാങ്ങുകളും മാറ്റാണ്ട്. ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന ഇംഗ്ലീഷ് ആക്ച്വലി ഇന്ത്യൻ ആക്സെന്റ് ആണ്. എനിക്ക് വേറെ ഒരു ബ്രിട്ടീഷോ അമേരിക്കനോ എനിക്ക് അറിയില്ല. അപ്പം ഞാൻ സംസാരിക്കുന്ന സാധനങ്ങൾ ഒരു അമേരിക്കയിൽ ഉണ്ടാക്കിയ മെഷീൻസ് പഠിക്കണമെങ്കിൽ എന്റെ നാച്ചുറൽ ലാംഗ്വേജ് പിടിക്കാൻ പറ്റും. ഇപ്പം വന്ന് നമ്മുടെ ജെമിനിയൊക്കെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ എന്ത് കൊടുത്താലും വർക്ക് ചെയ്യുന്ന രീതിയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പം നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതായത് നമ്മൾ സാധാ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണ് കറക്റ്റായിട്ട് മനസ്സിലാക്കുക, കേൾക്കുക, അതിനെ പ്രോസസ്സ് ചെയ്യുക എന്നുള്ളതാണ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ. അതായത് കമ്പ്യൂട്ടറിനെ ലോക്കൽ ലാംഗ്വേജുകൾ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ആക്ച്വലി നമുക്കൊരു ഹ്യൂമനോട് സംസാരിക്കുന്ന രീതിയിൽ കമ്പ്യൂട്ടർ സംസാരിക്കാൻ പറ്റുന്ന എബിലിറ്റി അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, NLPs ഉപയോഗിക്കുന്നത്. ഈ NLP ഉപയോഗിച്ചിട്ട് മനസ്സിലായ സാധനത്തിനെ ഒരു ഹ്യൂമൻ ചെയ്തതുപോലെ എഴുതി തരുന്ന മെക്കാനിസമാണ് പറയാ NLG എന്ന് പറയാം. ഇപ്പൊ എക്സാമ്പിൾ ChatGPT ഒക്കെ NLG-യിലാണ്, അതായത് നാച്ചുറൽ ലാംഗ്വേജ് ജനറേഷൻ. ആക്ച്വലി അങ്ങനെയല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഒരു മോഡൽ മാത്രമാണ്. ഇപ്പൊ നമ്മുടെ സിറി, അലക്സ, ഗൂഗിൾ അസിസ്റ്റൻസ് ഒക്കെ വർക്ക് ചെയ്യുന്ന NLG മെത്തേഡ്. അതായത് നമ്മൾ കൊടുക്കുന്ന NLP നിർബന്ധത്തോടെ NLP കൊടുക്കുന്ന നിർബന്ധമില്ല, ബട്ട് നമ്മൾ കൊടുക്കുന്ന ഇതനുസരിച്ചിട്ട് എന്ത് ചെയ്യും, നമുക്ക് വേണ്ടി പുതിയ നാച്ചുറൽ ലാംഗ്വേജ് ജനറേറ്റ് തരും. 1 സെക്കൻഡ് ഗൈസ്. നമ്മൾ കൊടുക്കുന്ന ഇതനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും, നാച്ചുറൽ ലാംഗ്വേജിൽ ഡാറ്റാസ് ജനറേറ്റ് ചെയ്ത് തരും. അപ്പം നമുക്ക് ഇപ്പോൾ എക്സാമ്പിൾ പറയണമെങ്കിൽ ഹെൽപ്പ് മീ റൈറ്റ് എന്ന സംഭവം നിങ്ങൾ ആരെങ്കിലും മെയിലൊക്കെ എഴുതുന്ന സമയത്ത് കണ്ടിട്ടുണ്ടാവും എനിക്കറിയാം. നിങ്ങൾ ഗൂഗിളിന്റെ അവിടെ തന്നെ നമ്മളൊരു ജിമെയിലാണ് എഴുതുന്നതെങ്കിൽ ജിമെയിൽ എന്ത് ചെയ്യും, അവിടെ ഹെൽപ്പ് മീ റൈറ്റ് എന്ന ഓപ്ഷൻ ജസ്റ്റ് നമ്മൾ ടാബ് ഇട്ട് തന്നെ നമ്മൾ ആ കൊടുത്ത മെയിലിൽ എന്ത് ചെയ്യും, അവരൊരു മെയിൽ എഴുതി തരും നമുക്ക്. അപ്പൊ അതെന്താ വർക്ക് ചെയ്യുക വെച്ചാൽ ഒരു നമുക്ക് എന്താണോ നമുക്ക് അടിക്കേണ്ടത് പറഞ്ഞു. പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില സ്ഥലങ്ങളിലൊക്കെ ലിങ്ക്ഡിനൊക്കെ പോയി നമുക്ക് മെസ്സേജുകൾ സജസ്റ്റ് ചെയ്ത് തരും. ഓട്ടോ റൈറ്റ് ആയിട്ട് മെസ്സേജ് കമന്റ് റൈറ്റ് ചെയ്ത് തരും. ഇപ്പൊ എന്താ അതിനെ ഗുണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാച്ചുറൽ ലാംഗ്വേജിന് അത് പ്രോസസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, എങ്ങനെയാണോ മനുഷ്യൻ ഇന്ററാക്ട് ചെയ്യുന്ന പോലെ തരുന്നതെന്നുള്ളതാണ് അവർ കൃത്യം നോക്കുന്നത്. ഓക്കെ, അതാണ് NLG എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. അപ്പൊ ഇതാണ് NLP എന്ന് പറഞ്ഞാൽ
നാച്ചുറൽ ലാംഗ്വേജിനെ മനസ്സിലാക്കുക, അതിന് വേണ്ടി ആൻസേഴ്സും ക്വസ്റ്റ്യൻസും കേൾക്കാൻ ഇടയാകും. NLP വർക്ക് ചെയ്യുന്ന എവിടെയാണ്? ഞാൻ സിറിയിലൊക്കെ NLP വർക്ക് ചെയ്യുന്നത്. അപ്പൊ അത് കേട്ട് മനസ്സിലാക്കാൻ NLP കഴിയും. ഇനി നാച്ചുറൽ ലാംഗ്വേജിനെ ജനറേറ്റ് ചെയ്യുന്ന മെക്കാനിസം പറഞ്ഞ പേരാണ് NLG എന്ന് പറയുന്ന മെക്കാനിസം. ഓക്കെ. പിന്നെ വരുന്നത് മെഷീൻ ട്രാൻസ്ലേഷൻസ്. ഒന്നുമില്ല, നമ്മുടെ ഇംഗ്ലീഷ് ഹിന്ദി ആക്കാം, ഹിന്ദി ഇംഗ്ലീഷ് ആക്കാം, മലയാളത്തിൽ കൺവേർട്ട് ചെയ്യുക, ഇങ്ങനെ ഇഷ്ടംപോലെ മെക്കാനിസങ്ങൾ ചെയ്യുന്ന AIs ഉണ്ട്. അതാണ് മെഷീൻ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ കൊടുക്കുന്ന ലാംഗ്വേജുകളെ കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റുകളെ ഒരു ലാംഗ്വേജിൽ നിന്ന് അനോറിലേക്ക് മാറ്റുക എന്നുള്ളതാണ് മെഷീൻ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. പിന്നെ പറയുന്നതാണ് എൻറ്റിറ്റി അനോട്ടേഷൻ എന്ന് പറയും. അതായത് നമ്മളിപ്പോൾ കുറേ ടെക്സ്റ്റ് കൊടുത്ത്, ഇപ്പൊ നിങ്ങൾ ആലോചിക്കുക, നമ്മൾ കുറേ സാധനങ്ങൾ കൊടുക്കുന്നതെന്ന് അതിൽ നിന്ന് കറക്റ്റ് ആയിട്ട് നമ്മൾ പിക്കപ്പ് ചെയ്യുന്നത്. അതായത് ഇപ്പം ഞാൻ പറയാം, റൈറ്റ് എ മെയിൽ ടു മിസ്റ്റർ ജിതിൻ കെ നാരായണൻ എന്നൊക്കെ പറഞ്ഞു കൊടുത്തു വരിക്കാം. കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ എന്ത് ചെയ്യും, ഇതിൽ ജിതിൻ എന്നുള്ള ആൾക്കാണ് മെയിൽ അയക്കേണ്ടത്, ഇയാളുടെ പേര് ഇതാണ്, ഇതൊരു നെയിം ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ കൊടുക്കുന്ന ഡാറ്റയിൽ അതിൽ നിന്ന് കീവേഡ്സ് പിക്ക് ചെയ്യുന്ന മെത്തേഡിന് എൻറ്റിറ്റി അനോട്ടേഷൻ പറയാം. അതായത് നമ്മൾ കുറേ ഡാറ്റാസ് കൊടുക്കുന്നു, ആ ഡാറ്റയിൽ നിന്ന് കറക്റ്റ് എന്ത് ചെയ്യും, നമ്മുടെ കീവേഡ്സിനെ ഐഡന്റിഫൈ ചെയ്യും. ഈ ഐഡന്റിഫൈ ചെയ്ത കീവേഡ്സിന് എടുത്തിട്ട് എന്ത് ചെയ്യും, ഇതൊക്കെയാണ് നമുക്ക്. അപ്പം നമ്മൾ കൊടുക്കുന്ന ചിലപ്പോൾ കൊടുക്കുന്നതിൽ എൻ്റെ പേര്, എൻ്റെ ഏജ്, എൻ്റെ വേറെ എന്തെങ്കിലും എൻ്റെ ക്യാരക്ടർ, അതൊക്കെ ലേബൽ ചെയ്യും. പിന്നെ സബ്ജക്ട് ലേബൽ ചെയ്യും. ഇങ്ങനത്തെ കുറെ സാധനങ്ങളെ ലേബൽ ചെയ്ത് വെക്കുന്ന മെക്കാനിസത്തിന് പറഞ്ഞ എൻറ്റിറ്റി അനോട്ടേഷൻസ്. അതിൽ എന്തൊക്കെ എക്സാമ്പിൾ എന്തൊക്കെ വരും എന്ന് പറഞ്ഞാൽ നെയിം, പ്ലേസ്, ഡേറ്റ്സ്, ഇതൊക്കെ അതിനകത്ത് എന്തായിരിക്കും കൃത്യമായിട്ട് അവരെന്ത് ചെയ്യും. ഇപ്പൊ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അനോട്ടേറ്റ് ചെയ്തു. അനോട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മാർക്കിംഗ് ആണ്. ഓക്കെ, ഒരു മാർക്കിംഗ് അനോട്ടേഷൻ എന്ന് പറഞ്ഞാൽ അത് എന്ത് ചെയ്യും, അതിൽ നിന്നുള്ള എൻറ്റിറ്റീസിനെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് വെക്കും. പിന്നെ ഒരു സാധനമാണ് നിങ്ങൾക്ക് ഇമേജ് റെക്കഗ്നൈസേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒന്നുമില്ല, ഇമേജിനെ ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള പട്ടിയാണെന്ന് പൂച്ചയാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റീസ് ആർക്കുണ്ട്, മെഷീൻസിനുണ്ട്. അപ്പൊ എന്ത് ചെയ്യും, ഇമേജിനെ റെക്കഗ്നൈസ് ചെയ്യുക, അതായത് ഇമേജിനെ കമ്പ്യൂട്ടർ അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ മെക്കാനിസം. അതായത് വർക്ക് ചെയ്യുന്ന നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു മെക്കാനിസം, അതായത് ഇമേജിനെ കമ്പയർ ചെയ്യുന്നു, അതൊരു ഇമേജ് റെക്കഗ്നൈസേഷൻ പാറ്റേൺ ആണ്. അതെന്ന് വെച്ചാൽ രണ്ട് ഇമേജിനെ വെക്കും, രണ്ട് ഇമേജിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു സെറ്റ്സ് ഉണ്ടാവും. നിങ്ങൾ പ്ലസ് ടു പഠിച്ചിട്ടുണ്ടാവും, സെറ്റ്സ് ഉണ്ടാവും. ആ സെറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യും, ഇമേജിനെ തമ്മിൽ കമ്പയർ ഒക്കെ ചെയ്യുന്ന മെക്കാനിസം ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ വരും ക്ലാസ്സുകളിൽ പഠിക്കും. അപ്പം ഈ ഇമേജ് റെക്കഗ്നൈസ് ചെയ്യുന്ന മെത്തേഡ്സിലൊക്കെ ഇമേജ് ഇന്നതാണ്, ഇമേജ് ഇയാൾ ഇത് പൂച്ചയാണ് പട്ടിയാണ്, അപ്പൊ കുറച്ചുകൂടി അഡ്വാൻസ് വന്നിട്ടുണ്ട്, ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടോ ഇല്ലെന്നൊക്കെ അഡ്വാൻസ് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇമേജ് റെക്കഗ്നൈസേഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. റെക്കഗ്നൈസ് ചെയ്താൽ മാത്രം പോരാ, അതിൽ നിന്ന് ഒരു അൽഗോരിതം ഉണ്ടാക്കുന്ന അതിൽ നിന്ന് പിന്നീടാണ് നോളജ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ ഹെൽമെറ്റ് വെച്ചിട്ടുള്ള കണ്ടുപിടിക്കുക. ബട്ട് ഇമേജിന് ഇന്നതാണ് എന്ന്, അതായത് ക്ലാസിഫൈ ചെയ്യാന്നുള്ളതാണ് ഇമേജ് റെക്കഗ്നൈസേഷന്റെ ഏറ്റവും വലിയ ഉപകാരം. പിന്നെ പറയുന്നതാണ് ഇന്റൻ എന്ന് പറയും. അതായത് ഇന്റൻ എന്ന് പറഞ്ഞാൽ ഇന്റൻ ആക്ച്വലി എങ്ങനെ വർക്ക് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മള് ബുക്കേ ടിക്കറ്റ് എന്ന് പറഞ്ഞിരിക്കാം. ബുക്കേ ടിക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഗൂഗിൾ ബുക്കേ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഗൂഗിൾ എന്താ ചെയ്യാം, ഗൂഗിൾ എന്താ വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യും, ബുക്കേ ഫിലിം ടിക്കറ്റ് എന്നാണെങ്കിൽ നമുക്ക് ഫിലിം ബുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളായിരിക്കും പിന്നീട് തരും. അതായത് യൂസറുടെ ഇന്ററാക്ഷൻ അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ യൂസർ എന്താണോ വേണ്ടതനുസരിച്ച് അതനുസരിച്ച് വർക്ക് ചെയ്യാന്നുള്ളതാണ് ഇന്റന്റിന്റെ. അതായത് എക്സാമ്പിൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ സെയിം സ്ഥലം, ബുക്കേ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ബുക്കേ ഫിലിം ടിക്കറ്റ് എന്നാണ് ഞാൻ ഗൂഗിൾ ബുക്കേ ഫിലിം ടിക്കറ്റ് എന്നാ പറയുന്നതെങ്കിൽ അതെന്ത് ചെയ്യുന്ന വെച്ചാൽ കൃത്യമായിട്ട് ഫിലിം ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള ഡാറ്റാസും കാര്യങ്ങളും നമുക്ക് എടുത്തു തരും. അപ്പൊ അതൊരു ഇന്റന്റ് ആയിട്ട് അവിടെ വർക്ക് ചെയ്യും. അതാണ് ഇന്റന്റ് എന്ന് പറയുന്ന സംഭവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഒന്ന് രണ്ട് ചെറിയ ടോപ്പിക്കുകൾ ഞാൻ PPT-യില് നേരത്തെ പറഞ്ഞ ടോപ്പിക്കിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഒന്നുമില്ല, ഇതിനകത്ത് ഇൻഫറൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ട്രെയിൻ ചെയ്ത ഡാറ്റയിൽ നിന്ന് ആൻസേഴ്സ്, അതായത് നമ്മളൊരു ഡാറ്റനെ ഓൾറെഡി ട്രെയിൻ ചെയ്തു, ആ ചെയ്തതിന്ന് പുതിയ ഡാറ്റ കൊടുക്കുമ്പോൾ അതിന് ആൻസർ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു എന്താണ്, അപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചൊരു സിസ്റ്റം ഉണ്ടാവും, ഒരു മോഡൽ ഉണ്ടാവും. ആ മോഡലിൽ നിന്ന് എന്ത് ചെയ്യാം, നമ്മൾ പുതിയ ഡാറ്റ അതിന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് ആൻസേഴ്സ് ജനറേറ്റ് നമുക്ക് പറഞ്ഞു തരാന്നുള്ള മെത്തേഡാണ് ഇൻഫറൻസസ് എന്ന് പറയാ. ഒന്നുമില്ല, ഇപ്പോ നമ്മളിപ്പോ ഒരു എന്താ പറയാ, കുറെ സോഷ്യൽ സയൻസിന്റെ ഒരു പുസ്തകം പഠിച്ചു വെച്ചു. അപ്പൊ അത് പഠിച്ച്, അല്ലെങ്കിൽ സയൻസിന്റെ ഒരു കെമിസ്ട്രീന്റെ ഒരു പീരിയോഡിക് ടേബിൾ പഠിച്ച ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിൽ നിന്ന് ഒരാൾ പുതിയൊരു ഡാറ്റ നമുക്ക് തരികയാണ്. ഈ ഡാറ്റ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നമുക്ക് നമ്മളെ ഓൾറെഡി നമ്മൾ എന്തുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് വീണ്ടും ആ പുതിയ ഡാറ്റ ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ച ഡാറ്റയിൽ നിന്ന് ജസ്റ്റ് പുതിയ ഡാറ്റ വന്നിട്ട് നമുക്ക് ആ പുതിയ ഡാറ്റ എന്നുള്ള സാധനങ്ങൾ വരെ നമുക്ക് ലൈക്ക് അത് നമ്മൾ ട്രെയിൻ ചെയ്യേണ്ട പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഉപയോഗിച്ച് നമുക്ക് ആൻസേഴ്സ് കൊടുക്കാൻ പറ്റും. ഇതിനാണ് ഇൻഫറൻസസ് എന്ന് പറയുക. എക്സാമ്പിൾ എങ്ങനെ പറയണ്ടേ എന്നുള്ളത് ചെറിയ കൺഫ്യൂഷൻ എനിക്കുണ്ട്. ബട്ട് എന്താ വെച്ചാൽ ഈ മോഡല്
ഓൾറെഡി പഠിച്ചു വെച്ച മോഡൽ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ള കോൺസെപ്റ്റ് ആണ്. അതായത് ഓൾറെഡി നമ്മൾ കുറച്ച് ആ മോഡൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, ആ കാര്യങ്ങൾ ഉപയോഗിച്ച് എന്ത് ചെയ്യുക, പുതിയ ഡാറ്റ വന്നാലും അതിന് ആൻസർ കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ഒന്നുമില്ല, ജസ്റ്റ് എഐ ഉപയോഗിക്കുക എന്നുള്ള മെക്കാനിസം കൂടെയാണ് യൂസിങ് എ ട്രെയിൻഡ് മോഡൽ ടു മേക്ക് പ്രഡിക്ഷൻസ്. അതായത് ട്രെയിൻഡ് മോഡൽ ഉപയോഗിച്ചിട്ട് പ്രഡിക്ഷൻസ് ബിൽഡ് ചെയ്യുക. ആ പ്രഡിക്ഷൻസ് ബിൽഡ് ചെയ്യുമ്പോൾ ന്യൂ ഡാറ്റ വെച്ചിട്ടുള്ള പ്രഡിക്ഷൻസ് കൂടെ ബിൽഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണത്. പിന്നെ വരുന്നത് മോഡൽ ഡിപ്ലോയ്മെന്റ് ആണ്. നിങ്ങൾക്ക് എല്ലാ ഡിപ്ലോയ്മെന്റ് ഒക്കെ എന്താണെന്ന് അറിയുന്നത്? ആക്ച്വലി യു ഗൈസ് നോ ഡിപ്ലോയ്മെന്റ്. ഓക്കെ, എവിടെ ഡിപ്ലോയ്മെന്റ് യൂസ്, എവിടെ നമുക്ക് ഡിപ്ലോയ് ചെയ്യാൻ പറ്റും? ആപ്സ്. ഓക്കെ, യെസ്. അതായത് ഏതെങ്കിലും ഒരു ആപ്സിലേക്കോ, ഇപ്പൊ എക്സാമ്പിൾ ഗൂഗിൾ അസിസ്റ്റൻസ് പറഞ്ഞിരിക്കുന്നത് ഗൂഗിൾ എന്ന് പറഞ്ഞ ഒരു ആപ്പിലായിരിക്കുന്നത്. ഇപ്പൊ ജെമിനൈയുടെ ഉപയോഗിക്കുന്ന ASS ഉപയോഗിക്കുന്ന ജെമിനൈ എന്ന് പറഞ്ഞ ആപ്പിലായിരിക്കുന്നത്. അത് ആക്ച്വലി ഇത് ഒരു മോഡല്, ഒരു ആപ്പ് രണ്ട് വ്യത്യസ്തമാണ്. ഒരു ആപ്പ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതിന് നമ്മൾ പവറിങ് കൊടുക്കുക ചെയ്യുക ആക്ച്വലി. ഓക്കെ, അപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മോഡൽ ഡിപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത മോഡൽ ഏതെങ്കിലും ഒരു ആപ്പിലോ സിസ്റ്റത്തിലോ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് മോഡൽ ഡിപ്ലോയ്മെന്റ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് എന്തും ആവാം, നമുക്കൊരു ആപ്പിൽ തന്നെ ഉപയോഗിക്കണമെന്നില്ല, ഒരു സിസ്റ്റത്തിൽ ഉപയോഗിക്കണം. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എന്താണ്, നമുക്ക് അതിനെ റിയൽ ആയിട്ട് ഇപ്പോൾ ഒരു ഇതിൽ വെക്കാം. അതായത് ഒരു നമ്മുടെ വീട്ടിലുള്ള ഒരു ഏതെങ്കിലും ഒരു എക്യുപ്മെന്റ്സിലൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഒരു ആപ്സിന് സഹായം അല്ലാണ്ട് ഒരു എംബഡഡ് സിസ്റ്റത്തിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ മോഡൽ ഇപ്പൊ IoT ഒക്കെ വർക്ക് ചെയ്യുന്ന മോഡലിൽ ഇപ്പൊ അലക്സ ഒരു സിസ്റ്റമാണ്. ആക്ച്വലി ഒരു ആപ്ലിക്കേഷൻ പകരം അലക്സ സിസ്റ്റം ആണ്. അതിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു IoT ഡിവൈസ് ആണ്. ഈ IoT ഡിവൈസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരത്തിലുള്ള മോഡൽസ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അതാണ് മോഡൽ. നമ്മൾ ഉപയോഗിച്ച മോഡലിനെ റിയൽ വേൾഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ്, അതായത് ആൾക്കാർക്ക് ഉപയോഗിക്കാൻ വേണ്ടി, ഡെയിലി ലൈഫിൽ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ വേണ്ടി നമ്മുടെ മോഡൽ നമ്മൾ വിട്ടുകൊടുക്കുന്ന മെത്തേഡ് എന്ന് പറയുന്ന പേരാണ് മോഡൽ ഡിപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ സംഭവമാണ് ട്രാൻസ്ഫർ ലേണിംഗ് എന്ന് പറയും. ട്രാൻസ്ഫർ ലേണിംഗ് എന്ന് പറഞ്ഞാൽ യൂസിങ് നോളജ്. എന്ത് ചെയ്യാച്ചാല് നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു മോഡൽ ഉപയോഗിച്ച് മറ്റൊരു മോഡലിനെ, അല്ലെങ്കിൽ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു മോഡലിലുള്ള സംഭവത്തിന് വേറെ മോഡലിലേക്ക് അല്ലെങ്കിൽ വേറെ ടാസ്കിലേക്ക് അതിനെ കൊടുക്കുന്ന മെത്തേഡ്സിനെ നമ്മൾ ട്രാൻസ്ഫർ ലേണിംഗ് എന്ന് പറയാം. അതായത് ഒരു പർട്ടിക്കുലർ ടാസ്കിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, ഇപ്പൊ എക്സാമ്പിൾ ഡയറക്റ്റ് ആയിരിക്കില്ല, ഇൻഡയറക്റ്റ് ആയിരിക്കും ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യണ്ടാവും. അതായത് ഈ ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ ഈ മോഡലിൽ പഠിച്ചു വെച്ച ഓരോ ഡാറ്റാസ് ഉണ്ടാവും, നോളജ് ഉണ്ടാവും. ഈ നോളജ് ഉപയോഗിച്ച് നമുക്ക് ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ ഇപ്പൊ നമ്മളൊക്കെ ഉപയോഗിച്ച് ChatGPT അങ്ങനെ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ChatGPT കൊണ്ട് യാതൊരു ഉപകാരമില്ല. ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സൈക്കിൾ റിപ്പയർ ചെയ്യണം, നമുക്കൊരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സാധനം വെച്ചിട്ട് എങ്ങനെ വർക്ക് ചെയ്യാൻ ചോദിക്കാം. അപ്പൊ അത് പഠിച്ചു വെച്ച ഡാറ്റാസ് ഉണ്ട്. ഈ സാധനം ഞാനിത് റിയൽ ലൈഫ് എക്സാമ്പിൾ പറയുകയാണ്, ഇങ്ങനെ എല്ലാ സാധനം വർക്ക് ചെയ്യുക, ഇത് മോഡൽ ടു മോഡലാണ് വർക്ക് ചെയ്യുക. ജസ്റ്റ് ഞാൻ പറയാണ്, നമുക്ക് ഇത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, ഈ നോളജ് എവിടെ കിടക്കുന്ന നോളജാണ്, ഒരു സ്ഥലത്തെ നോളജാണ്. ഈ നോളജ് നമ്മൾ എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്ത് എങ്ങോട്ട്, വേറെ സാധനത്തിന് വേണ്ടിയുള്ളത്. അപ്പം ഇത് ആക്ച്വലി എന്താ ഗുണം വെച്ച് കഴിഞ്ഞാല്, ഒരു ഇപ്പൊ എക്സാമ്പിൾ മോഡൽ ടു മോഡൽ ആകുമ്പോൾ ഇതിന് ആക്ച്വലി വേറെ ഗുണം, ഈ ലേണിംഗിന് ആക്ച്വലി കുറെ ടൈം എടുക്കും. അതായത് മിഷൻസ് ലേൺ ചെയ്യാൻ കുറേ ടൈം എടുക്കും. ആ ലേണിംഗ് ടൈം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. എങ്ങനെയാ വെച്ചാല് ഈ മിഷൻസ് ലേൺ ചെയ്യുന്ന ടൈം ആക്ച്വലി ഈ നമ്മൾ വേറൊരു മോഡൽ പഠിച്ചിട്ട് നോളജിനെ ട്രാൻസ്ഫർ ചെയ്യാണ്. അതായത് നോളജ് ട്രാൻസ്ഫർ സംഭവിക്കുന്നത് അവിടെ. അപ്പൊ നോളജിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അടുത്ത മിഷൻസിന് ഈ ലേണിംഗ് കർവ് ഉണ്ടാവില്ല. അത് ലേണിംഗ് കർവ് എന്ന് പറഞ്ഞാൽ പഠിക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പൊ ആ ലേണിംഗ് കർവ് കുറയുന്നതോടും എന്ത് ചെയ്യും, ആ മിഷൻസ് ഫാസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും, ആ മിഷൻസ് ഫാസ്റ്റ് ആയിട്ട് പഠിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ മിഷൻസിന്റെ ഈ ലേണിംഗ് കർവ് കുറയ്ക്കാനും കാര്യങ്ങൾ ചെയ്യാനും ആക്ച്വലി എന്ത് വെക്കാൻ പറ്റും, ഈ സാധനം അതായത് ഇതിന്റെ സ്പീഡ് കൂട്ടാനും അതിന്റെ ലേണിംഗ്സ് ഇംപ്രൂവ് ചെയ്യാനും ആക്ച്വലി ഈ ട്രാൻസ്ഫർ ലേണിംഗ് വഴി നമുക്ക് നടക്കും. ഓക്കെ, ഇനി ജക്കാർഡ് സിമിലാരിറ്റി, നിങ്ങൾ വേർഡ് വെക്കുമ്പോൾ കുറച്ച് വലിയ വേർഡ് പോലെ തോന്നുന്നുണ്ട്. ഒന്നുമില്ല, ജക്കാർഡ് സിമിലാരിറ്റി ഭയങ്കര സിമ്പിൾ സാധനമാണ്. നിങ്ങൾ +2 പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കുറച്ചൊരു മാത്സ് ആണ്. ഇത് ഒരു വേർഡ് ഓർത്തിരിക്കുക. നമ്മൾ സെറ്റ്സ് പഠിച്ചാൽ ഓർമ്മയുണ്ടോ ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ സെറ്റ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടോ? നമ്മൾ 1, 2, 3, 4 സെറ്റ്സ് ചെയ്തില്ലേ? അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന 2 ഓപ്പറേഷൻസ് ആണ് ഇന്റർസെക്ഷനും യൂണിയനും. ഓക്കെ, ഇന്റർസെക്ഷൻ യൂണിയൻ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ഒരു 2 സെറ്റ്സ് ഉണ്ടെങ്കിൽ അതിൽ ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ 2 സെറ്റ് എന്ന് പറഞ്ഞാൽ 1 to 5 വിചാരിക്കുന്ന സെറ്റ്സ്, ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ 3 to 6 ആയിരിക്കാം. ഇത് ഇന്റർസെക്ഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ രണ്ടിലെ കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് എടുത്തരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 3ഉം 4ഉം 5 എടുത്തരും. ഇനി യൂണിനാ ചെയ്യുന്നതെങ്കിൽ ഇതിൽ രണ്ടിലും യുണീക്ക് ആണ് എലമെന്റ്സ് ഫുൾ എടുത്തരും. അതായത് 1, 2, 3, 7, 6 7 വരെ ഏതാണ് ഞാൻ രണ്ടാമത് പറഞ്ഞാൽ എടുത്തരും. ഇപ്പൊ എക്സാമ്പിൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട, ഭയങ്കര സിമ്പിൾ ആണ് സംഭവമാണ്. ഒന്നുമില്ല, എടുക്കുക. ഒരു A എന്ന് പറഞ്ഞ സെറ്റ്സ് ഉണ്ട്, B എന്ന് പറഞ്ഞ സെറ്റ് ഉണ്ട്. A എന്ന് പറഞ്ഞ സെറ്റിൽ 1 to 5 ഉണ്ട്, B എന്ന് പറഞ്ഞ സെറ്റിൽ 3 to 7 കൊണ്ട് വിചാരിക്കും. ഈ A ഇന്റർസെക്ഷൻ B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിലും ബിയിലും കോമൺ ആയിട്ട് എലമെന്റ് അതൊക്കെയാണ് 3, 4, 5 നമുക്ക് എടുത്തരും. പിന്നെ വരിക A യൂണിയൻ B വരും. A യൂണിയൻ B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിലും ബിയിലും യുണീക്ക് ആയിട്ടുള്ള മൊത്തം എലമെന്റ് എന്തായാലും 1 to 7 മൊത്തം വരും. അപ്പൊ എന്നിട്ട് എന്ത് ചെയ്യും, ഈ 3 / 7 ചെയ്യും.
അപ്പൊ നമുക്ക് ഒരു ആൻസർ കിട്ടും. അത് എന്താ പറയാ 2 പോയിന്റ് സംതിങ് അങ്ങനത്തെ ഒരു ആൻസർ കിട്ടുക. സോറി 3 ഡിവൈഡ് ബൈ 7 എന്ന് പറയുമ്പോൾ അത്ര പോയിന്റ് ആവില്ല. സോറി 30 ഹരിക്കണം 7 എന്ന് പറയുന്നത് 4.42 സംതിങ് വരും. 0.42 വരും. അതായത് 4.78 2 സിസ്റ്റം 2.20 3 4.2 സംതിങ് വരും. ഓക്കെ, അപ്പം 4.42 അത്രയും ആൻസർ വരിക. എനിക്ക് ഹരിച്ചു നോക്കണം. അപ്പൊ ഇതാണ് അതായത് ജക്കാർഡ് സിമിലാരിറ്റി. അതായത് രണ്ട് സെറ്റ്സ് തമ്മിലുള്ള സിമിലാരിറ്റീസിന്റെ ഒരു പെർസെന്റേജ് ആണ്. ഇവിടെ ഒന്നുമില്ല, ഇന്റർസെക്ഷൻ എടുക്കുക, എത്ര എലമെന്റ് 3 എലമെന്റ്, മറ്റേ എത്ര എലമെന്റ് ഉണ്ട് 7 എലമെന്റ് ഉണ്ട്. ഈ 3 ഡിവൈഡ് ബൈ 7 ചെയ്ത് നോക്കിയിട്ട് അതിന്റെ ഒരു സിമിലാരിറ്റി എടുത്ത് മെക്കാനിക്സിന് പറഞ്ഞ മെക്കാണ് ജക്കാർഡ് സിമിലാരിറ്റി എന്ന് പറയുന്നത്. അതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ കണക്കനുസരിച്ച് 0.42 എന്നാണ് വരിക. അതൊരു വാല്യൂ ആണ്. ഈ വാല്യൂ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് വാല്യൂ ഹയർ ചെയ്യാന്തോറും രണ്ട് സെറ്റ് തമ്മിലുള്ള ബന്ധങ്ങൾ കൂടും, വാല്യൂ ലോവർ ആകുന്നതോറും സെറ്റ്സ് ബന്ധങ്ങൾ കുറയും. നേരത്തെ ഞാൻ പറഞ്ഞു ഓർമ്മയുണ്ടോ, നമ്മൾ രണ്ട് ഫോട്ടോ എടുത്തിട്ട് അതിനെ സെറ്റ്സിലേക്ക് അതിന്റെ പിക്സൽസിനെ സെറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിന് സിമിലാരിറ്റി ചെക്ക് ചെയ്യുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹെൽമെറ്റ് ഉള്ള ഫോട്ടോ, ഹെൽമെറ്റ് ഇല്ലാത്ത ഫോട്ടോ. ഇപ്പം നമ്മൾ ഈ ഒരു സെറ്റിന്റെ ഈ ഒരു ജക്കാർഡ് സിമിലാരിറ്റി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ജക്കാർഡ് സിമിലാരിറ്റി അല്ല, അതിന് വേറെ വേറെ മെത്തേഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഏറ്റവും സിമ്പിൾ മെത്തേഡ് പറഞ്ഞാണ്. ഈ സിമിലാരിറ്റി ഉപയോഗിച്ചിട്ടൊക്കെ എന്ത് ചെക്ക് ചെയ്യുന്നുണ്ടാവുക, ഹെൽമെറ്റ് വെച്ച ആൾ ഐഡന്റിഫൈ ചെയ്യുക, ഹെൽമെറ്റ് വെക്കാത്ത ആൾ ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ രണ്ട് തിങ്സിലെ സിമിലാരിറ്റി കണ്ടെത്താനും കാര്യങ്ങൾ ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു മെക്കാനിസത്തിന് പറഞ്ഞ പേരാണ് ജക്കാർഡ് സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ. ഓക്കെ ഗൈസ്, ഞാൻ ഇത്രയും 25 നമ്മൾ ഇവരെ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് 25 കവർ കുറച്ച് സ്പീഡായി പോകുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഇപ്പൊ ചോദിക്കാൻ, നമുക്ക് ഒന്നും ചാനൽ വേഗം നിർത്താം. ഹെൽത്ത് അത്ര ഓക്കെ അല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ സംജി ഓക്കെ, എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കൊന്ന് അതൊന്ന് സംസാരിച്ചിട്ട് ലൈക്ക് യു ഗൈസ് കൻ ആസ്ക് ഡൗട്ട്സ്. ഓക്കെ, ഞാൻ ഇതിന്റെ PPT പറ്റിയാൽ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം. എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക, ഇതിന്റെ ടേംസ് ഒക്കെ നോക്കുക. ഡെവലപ്മെന്റ് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ ജസ്റ്റ് ഓടിച്ച് നോക്കുക. ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും ഇത്തരം കാര്യങ്ങളും കൂടെ ഒന്ന് ഒന്ന് കവറപ്പ് ചെയ്യാൻ ശ്രമിക്കുക. കുറെ ജാർഗൺസ് ടോപ്പിക്സ് ഞാൻ കവർ ചെയ്തിട്ടില്ല, കാരണം വേണമെങ്കിൽ നമുക്കൊരു കുറെ ടോപ്പിക്കുകൾ കവർ ചെയ്യാമായിരുന്നു. ബട്ട് സ്റ്റിൽ നമ്മൾ കവർ ചെയ്തിട്ടില്ല. കാരണം വെച്ചാൽ ലൈക്ക് അത്രയ്ക്കും നമ്മൾ പോകേണ്ട, ഡീപ്പായിട്ട് പോകേണ്ട ഒരു ലെവൽ നമ്മൾ എത്തിയിട്ട് നമ്മൾ പോകുന്നതോടെ നമുക്ക് നമ്മുടെ നോളജ് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഞാനൊരു ഗൈസ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു ബുക്ക് ഞാൻ ഗ്രൂപ്പിലേക്ക് ഇട്ടുതരാം. ബുക്കിന്റെ ലിങ്ക് എന്റെ PDF ഇട്ട് ഞാൻ ഗ്രൂപ്പിലേക്ക് ഇട്ടുതരാം. നിങ്ങൾ ജസ്റ്റ് റീഡ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനത്തെ ബുക്കും കാര്യങ്ങളൊക്കെ വായിക്കാൻ ശ്രമിക്കുക. കുറച്ചുകൂടെ നിങ്ങളുടെ നോളജ് വർദ്ധിക്കുക. ടേംസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക. മാത്സിൽ കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് ആക്കുക. എന്നാലും മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മെഷീൻ ലേണിംഗ് വേഗം പഠിക്കുമ്പോൾ കുറച്ച് ബെറ്റർ ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങളൊക്കെ പറ്റുവെച്ചാൽ കുറച്ച് ഞാൻ ഹഗ്ഗിങ് ഫേസിലൊക്കെ കേട്ട് നല്ല LLMs ഒക്കെ ഉണ്ട്. ആ LLM വെച്ച് എനിക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ChatGPT ഉണ്ടാക്കാൻ പറ്റും. ഒരു പൈസ മുടക്കം ഇല്ലാണ്ട്, ഒരു ഇതില്ലാണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഓപ്പൺ സോഴ്സ് ഇഷ്ടംപോലെ നിങ്ങളുടെ കോളേജ് സിസ്റ്റത്തിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു LLM കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ട്രെയിൻ ചെയ്യിപ്പിച്ച് നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കാനും പുതിയ കാര്യങ്ങൾ ചെയ്യും. അത് നിങ്ങൾ ഈ കൺവെൻഷണൽ രീതിയിൽ നിങ്ങൾ ആദ്യം ബിൽഡ് ചെയ്യാൻ പോകണ്ട, പകരം ഇങ്ങനത്തെ ടേംസ് ഒക്കെ അറിഞ്ഞിട്ട് എന്ത് ചെയ്യുക, നല്ല LLMs എടുക്കുക. BERT എന്നൊക്കെ ഇപ്പൊ സംഭവമുണ്ട്. എന്താണ് GPT എന്ന് പറയുന്നത്? ജനറേറ്റീവ് പ്രീ ട്രാൻസ്ഫോമേഴ്സ്. ഡിഫറൻസ് ബിറ്റ്വീൻ ജനറേറ്റീവ് AI ആൻഡ് നോർമൽ AI എന്താ അറിയുന്നത്? Generative AI uses pictures, audios to generate new data. Okay. New data എന്ന് പറഞ്ഞാൽ എന്താണ്? Like what is a new data? New information. Okay. എക്സാക്ട്ലി ഞാൻ പറഞ്ഞത് വളരെ, അതായത് ഇതുവരെ ഇല്ലാത്തൊരു സാധനം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി, അത് പുതിയ നമ്മൾ മറ്റുള്ള AI എന്ന് പറഞ്ഞാൽ പ്രഡിക്ഷനൈസ് ആണ്. അതായത് ഉള്ള ഡാറ്റയെ നമുക്ക് പ്രഡിക്ട് ചെയ്തിട്ട് ഇതായിരിക്കും നിങ്ങളുടെ ആൻസർ എന്ന് തരുന്നതാണ് നോർമൽ AIs. ഇതല്ലാതെ ജനറേറ്റീവ് എന്ന് പറഞ്ഞാൽ ഉള്ള ഡാറ്റയിൽ നിന്ന് കുറെ നോയ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട്, എക്സാമ്പിൾ കുറെ സാധനങ്ങളൊക്കെ പുതിയ കുറെ സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അതിനൊന്നും കൂടെ ഡാറ്റ മാറ്റി പുതിയ ഡാറ്റ ജനറേറ്റ് ചെയ്യുന്ന മെക്കാനിക്സിന് പറഞ്ഞു ജനറേറ്റീവ് എന്ന് പറയും. ഇത് ആക്ച്വലി ജനറേറ്റീവ് AI ഏറ്റവും വലിയ ഗുണം വെച്ചാൽ ഇതിന് കോണ്ടെക്സ്റ്റ് മനസ്സിലാവുന്നതാണ്. എന്നാൽ ഇത്ര നാളത്തെ AI പ്രശ്നം, നമ്മൾ കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കറക്റ്റ് ആൻസർ വരും, കോണ്ടെക്സ്റ്റ് മനസ്സിലാവാൻ നിർബന്ധമില്ല. പക്ഷെ ജനറേറ്റീവ് AI മെക്കാനിക്സിന്റെ പ്രത്യേകത കോണ്ടെക്സ്റ്റ് മനസ്സിലാവും. നിങ്ങൾ BERT എന്ന് കേട്ടിട്ടുണ്ടോ? BERT BERT എന്ന് കേട്ടിട്ടുണ്ടോ ഗൈസ്? ഓക്കെ, ആരും പഠിക്കണം. അത് ട്രാൻസ്ഫോമർ, ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ മോഡൽ, അതായത് GPT എന്ന് പറഞ്ഞാൽ ജനറേറ്റീവ് പ്രീ ട്രെയിൻ ട്രാൻസ്ഫോമേഴ്സ് ആണ്. അപ്പൊ അതേപോലെ തന്നെയുള്ള ഒരു ട്രാൻസ്ഫോമർ മോഡലാണ് BERT എന്ന് പറഞ്ഞാൽ. ഇത് ബൈഡയറക്ഷൻ എൻകോഡർ റെപ്രസെന്റേഷൻസ് ഓഫ് ഫ്രം ട്രാൻസ്ഫോമേഴ്സ് ഉള്ളതാണ് ഇതിന്റെ ഫുൾ ഫോം എന്നല്ല പഠിച്ചേക്കുന്നത്. ഈ BERT വർക്ക് ചെയ്യുന്ന മെക്കാനിസം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അതിന്റെ
അതിന്റെ എന്താണ് അതിന്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കി ആ കോണ്ടെക്സ്റ്റ് ആൻസർ തരുന്ന സംഭവിക്കും ബേർട്ട്. അതുപോലെ തന്നെ ഡിസ്റ്റിൽ ബേർട്ട് ഉണ്ട്. അത് ബേർട്ട് വെച്ച് പഠിക്കുന്ന ഡിസ്റ്റിൽ ബേർട്ട് എന്ന് പറഞ്ഞ മെക്കാനിസം ഉണ്ട്. നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ഹക്കിംഗ് ഫേസിലൊക്കെ കയറി നിങ്ങൾക്ക് ഇഷ്ടംപോലെ LLM കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, മാക്സിമം ഇങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു AI സിസ്റ്റംസ് ഒക്കെ ജനറേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ചാറ്റ്ജിപിറ്റിന്റെ പോലെ ചാറ്റ്ജിപിറ്റി നിങ്ങൾ ജനറേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റം മതി. മീൻസ് അത്ര അക്യുറേറ്റ് ആയ സിസ്റ്റം ആയിരിക്കില്ല, ബട്ട് നിങ്ങൾക്ക് പഠിക്കാനൊക്കെ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാനൊക്കെ ആണെങ്കിൽ ഹക്കിംഗ് ഫേസിൽ പോയി കഴിഞ്ഞെങ്കിൽ ലാമേനെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് ഡൗൺലോഡ് ചെയ്യുക, അതിന്റെ LLM കൊണ്ടിടുക, അതിനോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ആ മോഡലിൽ ഉപയോഗിച്ച് പഠിക്കുക. നാളത്തെ റാഗിന്റെ ക്ലാസ്സുകൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ആവും. റാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാഗിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ തരാം. റാഗ് ഇങ്ങനെ വർക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ പോലെയല്ല. റാഗ് നമ്മുടെ ഡോക്യുമെന്റ് ഉണ്ടാവും. ആ ഡോക്യുമെന്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഡോക്യുമെന്റ് ആദ്യം ക്വസ്റ്റ്യൻ വയ്ക്കും. ആ ഡോക്യുമെന്റ് എന്ത് വെച്ചാൽ ഇപ്പൊ എക്സാമ്പിൾ നമ്മുടെ ഒരു നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് മൊത്തം ഉണ്ട്. നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തഡ് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിന് പ്രിപ്പയർ മെത്തഡ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ആ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ അത് അപ്ലോഡ് ചെയ്യണം. ആ അപ്ലോഡ് ശേഷം എന്ത് ചെയ്യും, അത് ഡോക്യുമെന്റ് ആയി കീപ്പ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, റാഗ് എന്ത് ചെയ്യും, നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആദ്യം പോയിട്ട് ഈ റാഗ് ഗ്രാഫ് എന്ന മെക്കാനിസം ഇതിനെ വെക്ടറൈസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുക, ഇതിലുണ്ടാവും. വെക്ടറൈസ് മീൻസ് ഞാൻ പറഞ്ഞ സെറ്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള എന്തൊക്കെയാണോ മെക്കാനിസം അത് ഉപയോഗിച്ചതായിരിക്കും അവിടെ കണക്കായിട്ട് അവിടെ ഉണ്ടാവുക. അപ്പം ഇത് വെച്ചിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പോയി സെർച്ച് ചെയ്യും, നമ്മൾ പറഞ്ഞ കോൺടാക്ട് അവിടെ ഉണ്ടോ സെർച്ച് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, അവിടെ നമുക്ക് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യും. അതായത് നിങ്ങൾ പറഞ്ഞിട്ടുള്ള ചോദിച്ച ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അവിടെ നിന്ന് ഫൈൻഡ് ചെയ്തിട്ട് ആ ആൻസർ എടുത്തിട്ട് നേരെ നമ്മുടെ മോഡൽ കൊടുക്കും. ഏത് മോഡലാക്കി നമ്മൾ ഉപയോഗിക്കുന്ന ലാമയാണെങ്കിൽ ലാമ, GPT ആണെങ്കിൽ GPT, ആ മോഡൽ കൊടുത്തിട്ട് അതിന് ബെറ്റർ ആൻസർ ജനറേറ്റ് തരും. അതായത് എന്ത് ചോദിച്ചാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പോയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള പാസേജ് അവിടെ ഉണ്ടോ ചെക്ക് ചെയ്യും. പാസേജ് ഇൻ സെൻസ് ഇപ്പൊ നമ്മൾ ചോദിക്കുകയാണ് വാട്ട്സ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർ ലൂപ്പ് ആൻഡ് വൈൽ ലൂപ്പ് എന്ന് ചോദിച്ചിരിക്കാം. അപ്പൊ എന്ത് ചെയ്യും, ആ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പോയിട്ട് ഫോർ ലൂപ്പ് വൈൽ ലൂപ്പിലെ ചേഞ്ചസ് കണ്ടുപിടിച്ചിട്ട് ആ പാസേജ് മൊത്തം എടുത്തിട്ട് നല്ല വൃത്തിക്ക് ഒരു നമ്മൾ എഴുതുന്ന അൽഗോരിതം അനുസരിച്ച് നമ്മൾ എഴുതുന്ന കോഡിംഗ് അനുസരിച്ചിട്ട് ആ പ്രോംപ്റ്റ് എന്ത് ചെയ്യും, നമ്മുടെ നേരെ പോയിട്ട് നമ്മുടെ മോഡലോട് ചോദിക്കും. നമ്മുടെ മോഡൽ എന്ത് ചെയ്യും, നമുക്ക് തരേണ്ട ആൻസറിനെ കുറച്ചുകൂടെ വൃത്തിക്ക് നമ്മുടെ ടീച്ചേഴ്സ് ഒക്കെ ചെയ്യുന്ന മെക്കാനിസം ആണ് ആക്ച്വലി അവിടെ വർക്ക് ചെയ്യുക. ടീച്ചർ എന്താ ചെയ്യുക, ടെക്സ്റ്റ് ബുക്കിന് വായിക്കും. നമ്മൾ ക്വസ്റ്റ്യൻ വെച്ചാൽ അവർ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി വായിച്ചിട്ട് എന്ത് ചെയ്യും, അവര് ആ ആൻസേഴ്സ് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് തരില്ല ചെയ്യുക. ഇതേ മെക്കാനിസം എന്ത് ചെയ്യും, റാഗ് വർക്ക് ചെയ്യും. ഇതാണ് റാഗ് എന്ന് പറഞ്ഞത്. ഓക്കെ, റാഗ് ഒക്കെ നിങ്ങൾക്ക് നാളത്തെ സബ്ജക്ട് നിങ്ങൾക്ക് റാഗ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ റാഗിന് പോകുന്ന സമയത്ത് നിങ്ങൾ എന്താണ് റാഗ് എന്നൊക്കെ ഉള്ളത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. റിട്രീവൽ ഓർഗനൈസേഷൻ എന്താണെന്ന് പഠിക്കുക. അതൊന്നുമില്ല, ജസ്റ്റ് ഞാൻ പറഞ്ഞ ഈ മെക്കാനിസം ഉള്ളൂ. നമ്മൾ കൊടുക്കുന്ന PDF നമ്മൾ കൊടുക്കുന്ന ക്വസ്റ്റിന്റെ ആൻസർ പാസേജ് എടുത്തിട്ട് അതെന്ത് ചെയ്യും, നമ്മുടെ മോഡലോട് ചോദിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ നല്ല ബെറ്റർ ആൻസർ ക്രിയേറ്റ് ചെയ്ത് തരും. ഇതാണ് ഇങ്ങനെ റാഗ് വർക്ക് ചെയ്യാം. ഗൈസ്, ഇനി ഒരു 10 മിനിറ്റ് നമുക്ക് നിർക്കാം. 10 മിനിറ്റുള്ളിൽ നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് കാര്യങ്ങളോ എന്ത് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ ഗൈസ്, എനിത്തിങ് എൽസ്? നമുക്ക് മൈൻഡ് അപ്പ് ചെയ്യില്ല. എന്നാലും ഇപ്പൊ എല്ലാവരും മൈൻഡ് ഹാപ്പി ആയിരിക്കും മൈൻഡ് അപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ. ഗൈസ്, എന്തെങ്കിലുമൊക്കെ കുറച്ച് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇന്ന് കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കിട്ടിയത് വെച്ചിട്ടുള്ള ഡാറ്റാസ് ഒക്കെ നിങ്ങളുടെ മനസ്സിലൊക്കെ കീവേഡ്സ് ഒക്കെ ഞാൻ ഈ PPT നിങ്ങൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അപ്പം എന്ത് ചോദിച്ചാൽ മാക്സിമം ഇങ്ങനത്തെ കീവേഡ്സ് ഞങ്ങൾ ഓർത്തിരിക്കുക. നമുക്ക് ഇനി വരുന്ന സെഷനിലൊക്കെ നമുക്ക് കുറച്ചും കൂടെ കീവേഡ്സ് ഒക്കെ നമുക്ക് ഉപയോഗിക്കുന്ന കീവേഡ്സ് നമുക്ക് കുറച്ചും കൂടെ ഇൻക്ലൂഡ് ചെയ്യാനുണ്ട്. അപ്പം ബൈ ഗൈസ്, ബൈ.